വെബിനാറിന്റെ 1697 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ പി സാറാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറിന്റെ ക്ലാസ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സാറിന്റെ ക്യാൻസർ ചികിത്സയിലൂടെയുള്ള യാത്ര. അങ്ങനെ ക്യാൻസർ ചികിത്സയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനാണ് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി നമുക്ക് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടർ രാധാകൃഷ്ണൻ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ചീഫ് മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത ഡോക്ടറാണ്. അദ്ദേഹം ചികിത്സയ്ക്കായി പ്രത്യേകം ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ എല്ലാം തയ്യാറാക്കി ചികിത്സിക്കുന്ന ഡോക്ടറാണ്. അതിനെക്കുറിച്ച് എല്ലാം നമുക്ക് അറിയുവാൻ താല്പര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ക്യാൻസർ ചികിത്സയിലൂടെയുള്ള യാത്ര എന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ, ക്ലാസ് തുടങ്ങാം. ഒരു മിനിറ്റ്. ഡോക്ടർ രാധാകൃഷ്ണൻ സാറും അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ നിതീഷും കൂടിയാണ് പുതിയൊരു പ്രോട്ടോകോൾ ഇതിനു വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ആ പ്രോട്ടോകോളിനെ കുറിച്ച് സാർ ഒന്ന് വിശദീകരിച്ചതിന് ശേഷം സാറിന്റെ ക്ലാസ്സിലോട്ടൊക്കെ ഒന്ന് പോകുന്നതായിരിക്കും ഉത്തമം. സാറിനെ നമ്മുടെ വേദിക്ക് പരിചയപ്പെടുത്തിയത് അമ്പാടി മാഡമാണ്. ഈ വിവരങ്ങൾ കൂടി ഒന്ന് അറിയിക്കാനാണ് ഞാൻ. അമ്പാടി മാഡം എല്ലാ ക്ലാസ്സിലും രാധാകൃഷ്ണനാണ് ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത്. രാധാകൃഷ്ണനാണ് ഇത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ആളില്ലെങ്കിലും എല്ലാ വെബിനാറിന്റെ ഇവിടെ പ്രസന്റ് ആകുന്നു, പേരുകൊണ്ട്. പ്രോട്ടോകോൾ ഞാൻ ഇടയിൽ പറഞ്ഞോളാം കേട്ടോ, പറഞ്ഞു പോവാം. ഡീറ്റെയിൽ ആയിട്ട് പ്രോട്ടോകോൾ എടുക്കാന്ന് പറയുമ്പോ അതിന് തന്നെ ഇഷ്ടംപോലെ സമയം. ഞാനത് വന്നിട്ട് അത് ആ ലെവലിൽ തന്നെ പോന്നാലേ അതിന്റെ ഒരു പ്രാധാന്യം ആവാൻ വഴിയുള്ളൂ. ജസ്റ്റ് വേണ്ടി നിന്നാൽ പറഞ്ഞു തരാം. കുറച്ചുകൂടെ ശബ്ദത്തിൽ സംസാരിക്കാവോ? ഓക്കെ, നോ ഡൗട്ട്. ഇപ്പൊ കേൾക്കണ്ടോ? കുറച്ച് സ്ലോ ആയിരുന്നു. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണ്. കുറച്ചുകൂടെ നോ പ്രോബ്ലം. അപ്പോ ഇന്ന് 1697 ക്ലാസ് ആണ് അല്ലേ? 1697 ദിവസം. ആ 1697 ദിവസത്തെ മലയാളം സെഷനിൽ എനിക്ക് അവസരം തന്ന ഇതിന്റെ കോർഡിനേറ്റേഴ്സ്, കൂടാതെ നമ്മുടെ പ്രിയപ്പെട്ട അമ്പാടി ഡോക്ടറും ശാന്ത ഡോക്ടറും റെക്കമെൻഡേഷൻ പ്രകാരം എത്തിച്ചേർന്നതിലും നല്ല ഒരു നന്ദി രേഖപ്പെടുത്താണ്. കൂടാതെ ഇവിടെ എൻ്റെ ഗ്രൂപ്പിലെ ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ ചാലക്കുടി യൂണിറ്റ് ഗ്രൂപ്പ് ഡോക്ടേഴ്സ്, ഇങ്ങനെ എല്ലാ ഡോക്ടേഴ്സിൻ്റെയും എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു വിഷയം എൻ്റെ ജേണിയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ ക്യാൻസർ ചികിത്സകൾ ചെയ്യുന്നതിൽ ജേണി പറയാനുള്ളൊരു കാരണം, സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, ഞാനിത് വളരെ എൻ്റെ ചികിത്സയുടെ ആരംഭത്തിൽ തന്നെ എനിക്ക് ക്യാൻസർ ചികിത്സിക്കാനൊരു അവസരം കിട്ടി. ആ അവസരത്തിലൂടെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ, അതിനുവേണ്ടി സക്സസ് ആക്കിയപ്പോൾ, അത് വളരെയധികം സബ്ജക്റ്റുകളെ നമുക്ക് കവർ ചെയ്യാനുള്ള അവസരം കിട്ടി. അതോടുകൂടി ആ പത്തോളജിക്കൽ അപ്രോച്ചും എല്ലാം തീർച്ചയായിട്ടും വരും. ഇന്ന് വന്നിരിക്കുക ഹിഡൻ പ്രോട്ടോകോൾ ആയാലും, ട്രയാങ്കിൾ മെത്തേഡ് ആയാലും, സ്റ്റാൻഡേർഡൈസ് ഹോമിയോപ്പതി ആയാലും, എന്ത് തന്നെയാണെങ്കിലും എനിക്ക് ആ ഒറ്റ ക്യാൻസർ കേസിൽ ചികിത്സയിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവത്തിൻ്റെ പിൻഭാഗങ്ങളാണ്. അത് കഴിയുമ്പോൾ അതിലൂടെ കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിലൊരു കേസ് ഞാൻ പറയുന്നുണ്ട്. അപ്പം അതിനു മുമ്പ് തന്നെ നിങ്ങളെല്ലാവരും ക്യാൻസർ കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് കൂടുതൽ ലാപ്ടോപ്പിൽ ഒന്നുകൂടെ വോളിയം കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടാകുന്നു നോക്കൂ സാറേ. ഇപ്പോഴോ? ഇപ്പൊ കുറച്ചുകൂടെ കേൾക്കാം. ഇപ്പൊ കിട്ടുണ്ടോ? ഇല്ല, കൂടിയില്ല. എന്നാലും പോരാ. ക്ലിയർ ആവുന്നില്ല രാധാകൃഷ്ണ. അതെയാ, ശബ്ദം ക്ലിയർ ആവുന്നില്ല. നെറ്റിന്റെ പ്രശ്നമല്ല, വോളിയം വർത്താനം പറഞ്ഞ പോലെ ഉണ്ട്. അതാണ്.
ഫോണിലേക്ക് നോക്കണോ? ലാപ്ടോപ്പ് ക്ലിയർ ആവുന്നില്ല അപ്പൊ? ഇപ്പൊ ക്ലിയർ കിട്ടുന്നുണ്ടോ? ആവുന്നുണ്ട്, പക്ഷെ എങ്കിലും ഓളിയോ ചെവിയിലോട്ട് എല്ലാവർക്കും ഒന്നുകൂടെ ക്ലിയർ ആവണമെങ്കിൽ, ഒത്തിരി കൂടെ വ്യക്തം ഇതാവണമെങ്കിൽ ഒരു മിനിറ്റ് നോക്കട്ടെ, ഒരു മിനിറ്റ് ആ കേട്ടോ. ചെയ്യാൻ പറ്റുമോ നോക്ക് സാർ. ഞാൻ മോനെ കൊണ്ടൊന്ന് നോക്കിയിട്ട് നോക്കട്ടെ. ആ നോക്കും. അപ്പൊ ഇന്ന് അതുകൊണ്ടാണ് ഈ വിഷയത്തെ കൂടുതലായിട്ട് എടുക്കാനുള്ളൊരു കാരണം. അത് മാത്രമല്ല, ഈ ക്യാൻസർ കേസ് നമ്മൾക്ക് ഹോമിയോപ്പതിക്ക് ചെയ്യാൻ വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. വേർ അലോപ്പതി എൻസ് ദ ഹോമിയോപ്പതി ബി. ആ ഒരു കണ്ടീഷനിൽ തന്നെ ഇതിൽ നമുക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം, കുറച്ചുകൂടെ സൗണ്ട് ഉണ്ട്. ആ, അപ്പൊ നമുക്ക് ചെയ്യാവുന്ന മ്യൂട്ടായി മ്യൂട്ടായി. ആയിക്കോട്ടെ. ആ അല്ലല്ലേ, കേൾക്കാമല്ലോ. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. ആ ഓക്കെ. മറ്റേ അപ്പോ അതുകൊണ്ടാണ് ഈ ക്യാൻസർ കേസിനെ എന്ന് പറയാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഭയമുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കില്ലേഴ്സ് ആയിട്ടുള്ള ഡിസീസിൽ ഒന്നാണ് ക്യാൻസർ. അപ്പൊ നമുക്ക് ഹോമിയോ ഡോക്ടർമാർക്ക് വളരെയധികം ഫലവത്തായി ചികിത്സിക്കാനും ജനങ്ങളെ സേവിക്കാനും പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. പക്ഷേ ഈ ക്യാൻസർ കേസുകൾക്ക് ഒരു പ്രധാന കുഴപ്പമുള്ളത്, അത് പെട്ടെന്ന് ഗ്രോ ചെയ്യുന്നത് കൊണ്ട് ചികിത്സിക്കാൻ നല്ലവണ്ണം അറിഞ്ഞിട്ട് തന്നെ ചികിത്സിക്കണമെന്ന് ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഈ ചികിത്സ വളരെ രീതിയിൽ തന്നെ പോകണം. അപ്പൊ ഞാൻ അതിന്റെ മെത്തേഡ് ഒന്ന് ഓടിച്ചിട്ട് പറയാം. എന്തായാലും നിങ്ങൾ ഇന്ന് ഈ അവസരം തന്നതിന് നന്ദി പറയുന്നു. ഇനിയിപ്പോ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്ന് ക്യാൻസർ എന്ത് വെച്ചാൽ ഞാൻ എന്റേതായ ഇപ്പോഴത്തെ എന്റെ കാഴ്ചപ്പാടാണ് ക്യാൻസർ. ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഭയപ്പെടുന്ന ഒരു രോഗമാണ്. ഇന്ന് എന്റെ കാഴ്ചപ്പാട്, ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് ഇരിക്കേണ്ട സ്ഥാനത്ത് വേറൊരു സെല്ല് കയറിയിരുന്നാൽ അവിടെയാണ് ന്യൂപ്ലാസ്മ. അതിനുള്ള അവസരങ്ങൾ ഏതെല്ലാം രീതിയിൽ വരുന്നുവോ അപ്പൊ ക്യാൻസർ ആയിട്ട്. ആ ക്യാൻസർ വരുന്നതില് അതിന് പല ടൈപ്സുകളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇവിടെ വരുന്ന മിസ്പ്ലേസ്മെന്റ്, അതിന്റെ കാര്യങ്ങൾ. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസർ വരിക എപ്പോഴാണ്? എല്ലാവരിലും ക്യാൻസർ ഉണ്ടാകാം, ആരിലും ഉണ്ടാകാതിരിക്കണം. എപ്പോഴാണോ അതിനുള്ള ശരീരം, അതായത് നമ്മുടെ ശരീരം എപ്പോഴാണോ അതിന് ഇതായി വരുന്നത് അപ്പോഴാണ് ഉണ്ടാകുന്നത്. അതായത് ഒരു മണ്ണിൽ ഒരു വിത്ത് പാറയുടെ മുകളിൽ ഇരുന്ന മുളക്കില്ല, അതേ സ്ഥാനത്ത് ഒരു മണ്ണിൽ വീണാൽ അത് ഗ്രോ ചെയ്യും. അതുപോലെ ക്യാൻസറിന്റെ കോസസ് ആയി നിൽക്കുന്ന ഏതെങ്കിലും ഘടകങ്ങൾ ശരീരത്തിനകത്ത് പ്രവേശിച്ചാൽ ഈ പരിപാടി എല്ലാണ്ടായി ക്യാൻസറായിട്ട് ഡെവലപ്പ് ചെയ്യും. ഈ ക്യാൻസറായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മളിൽ ആശയക്കുഴപ്പങ്ങൾ, ഭയം, ഉത്കണ്ഠ, അതിൻ്റെതായിട്ടുള്ള വേറെ പ്രശ്നം വന്നുകൊണ്ടിരിക്കും. കൂടാതെ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ എന്ന് പറയാം, നല്ലൊരു ശതമാനം തന്നെ ക്യാൻസർ രോഗികളാണ്. അതുകൊണ്ടാണ് ക്യാൻസറിന്റെ ടോപ്പിക്ക് എടുക്കുന്നത്. അപ്പൊ ഞാൻ ഈ ക്യാൻസറിൽ ആദ്യം ചികിത്സിച്ച ക്യാൻസറിനെ പറ്റി ഒന്ന് പറഞ്ഞുകൊണ്ട് സബ്ജക്റ്റിൽ കിടക്കാം. ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഒരു കൊല്ലം, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും, അതായത് എൻ്റെ അമ്മയുടെ ചേച്ചിക്ക് തന്നെയാണ് ക്യാൻസർ ഉണ്ടായത്. അത് സെർവിക്കൽ ക്യാൻസർ ആയിരുന്നു. ഈ വെല്ലുമ്മയ്ക്ക് ക്യാൻസർ വന്ന് അപ്പൊ അന്ന് നമ്മൾ പ്രാക്ടീസ് ആരംഭിച്ചേ ഉള്ളൂ. ഇത്രത്തോളം അറിവോ ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ധൈര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ കേസുകളൊന്നും എടുക്കാറില്ല, എന്നിട്ട് ഡോക്ടർമാരെ കണ്ടു. ഡോക്ടർമാരെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് കുറെ നാൾ ട്രീറ്റ് ചെയ്തു. അപ്പൊ വീട്ടിലല്ല താമസിക്കുന്നത്, വേറൊരു വീട്ടിലായിരുന്നു. അവര് വേറൊരു വീടായിരുന്നു. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ വെച്ചാൽ 2, 5, 3, 4 മാസം കഴിഞ്ഞപ്പോഴേക്കും വേഴ്സായി. അത് വേറെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. മരിക്കും എന്ന് ഉറപ്പിച്ച് 2 or 3 ദിവസം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ എൻ്റെ വീട്ടിലേക്ക് കൊണ്ട് കിടത്തിയാൽ മതി. അവരുടെ മക്കൾ ചോദിച്ചു. ഞാനത് വല്യമ്മയാണ്, സംശയമില്ല എന്നു. അങ്ങനെ താമസിക്കുന്ന ആ ദിവസങ്ങളിൽ അവിടെ വൈകുന്നേരം ഏകദേശം ഒരു 5 മണിയായപ്പോൾ രോഗിയെ കൊണ്ടുവന്നു വീട്ടിൽ കിടത്തി. അപ്പൊ മുതൽ ഈ രോഗി, അതായത് ഓർമ്മയില്ല, കണ്ണൊക്കെ ഒത്തിരിയൊക്കെ മുഖം കാണും, വയറൊക്കെ വന്നു ചാടി. 4 ദിവസം പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് ഈ രോഗിയെ, ഈ വല്യമ്മയെ കൊണ്ടുവന്ന്
അവിടെ കിടത്തി കഴിഞ്ഞപ്പോൾ വീട്ടുകാർ അമ്മ എല്ലാവരും പറഞ്ഞു. അപ്പൊ എന്നോട് മരുന്ന് കൊടുക്കാൻ പറയൂല, നമ്മൾ പിന്നെ എന്തായാലും മരിക്കാൻ പോകുന്ന ആളാണ്, ഇഷ്ടം പോലെ മരുന്ന് നമുക്ക് കൊടുക്കാനൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താ അറിയില്ല, പല ലക്ഷണങ്ങൾക്ക് പല മരുന്നുകൾ കൊടുത്തിട്ട് ഈ നോസിയ ഇങ്ങനെ ഛർദ്ദിക്കാൻ വരും. വയറ്റിൽ നിന്ന് പോയിട്ട് ദിവസങ്ങളായി, മൂത്രം പോയിട്ട് ദിവസങ്ങളായി, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ വയറും ചാടി കിടക്കുന്ന ഒരു രോഗിയെ സങ്കല്പിക്കാറുണ്ട്. പല്ലൊക്കെ ഇങ്ങനെ പൊന്തി മരിക്കുമെന്ന് ഉറപ്പിച്ചു 3 ദിവസം 4 ദിവസം കാണാൻ വരുന്നവരൊക്കെ 2 ദിവസം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ലക്ഷണങ്ങളൊക്കെ പറയുന്നു. ഈ സമയത്ത് ഞാൻ ആ കേസിനെ, എനിക്കും പ്രതീക്ഷയൊന്നുമില്ല, എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല, എനിക്ക് ചികിത്സിക്കാനൊട്ടും അറിയൂല. അപ്പൊ ഞാൻ അങ്ങനെ മരുന്നുകൾ കൊടുത്തു. അപ്പൊ ഛർദിക്ക് ഞാൻ സാധാരണ ക്യാംഫർ ടിഞ്ചർ കൊടുക്കാറുണ്ട്. ഈ ക്യാംഫർ ടിഞ്ചർ കൊടുക്കുന്ന സമയത്ത് ക്യാംഫർ ടിഞ്ചർ ഇങ്ങനെ മണക്കാനൊക്കെ കൊടുത്ത് നിർത്തുമ്പോൾ ഛർദിക്കും. ഇത് ആ തരം മരുന്നുകൾ ഒന്ന് തന്നെ കൊടുത്തിട്ടും ഒരു തരത്തിലുള്ള ഗുണവും ആ പേഷ്യന്റ് ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കലെ കുറച്ചു നേരം കഴിഞ്ഞ് ലാസ്റ്റ് നോക്കിയപ്പോ എന്ത് ചെയ്യാനൊന്നുമില്ല. അവരുടെ ഗുളിക തന്നാ വേറെ ഒന്നും കഴിക്കാനില്ല, എല്ലാവരും കാത്തിരിക്കുന്നു. ആ സമയത്ത് ഞാൻ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കല്ലേ. ഞാൻ എന്നിട്ട് ഇങ്ങനെ ഷെൽഫിൽ ഇങ്ങനെ വെറുതെ ഞാൻ നോക്കണ എന്താണെന്നറിയോ, ക്യാംഫറിനെയിലും സ്മെല്ലുള്ള മരുന്ന് ഏതാണെന്നാ നോക്കണം. ക്യാംഫറിനെയിലും സ്മെല്ലുള്ള മരുന്ന് ഏതാണ് എന്ന് നോക്കി അവസാനം ഞാൻ മരുന്ന് ലാസ്റ്റ് പറഞ്ഞു. ഒരു മരുന്ന് ഞാൻ കണ്ടെത്തി. ആ മരുന്നെടുത്തിട്ട് ഒരു 20 തുള്ളി ഒരു ഗ്ലാസ് വെള്ളത്തിലെടുത്ത് 1 ടീസ്പൂൺ കൊടുത്തു. ഈ 1 ടീസ്പൂൺ കഴിഞ്ഞപ്പോൾ അത് ഇറക്കി. പക്ഷെ ഒന്നും ഇറക്കാത്തതാണ് ഇവർ ഈ മരുന്നുകൾ ഇറക്കിയപ്പോൾ 1 ടീസ്പൂൺ കൂടി കൊടുത്തു. പിന്നെ 3 ടീസ്പൂൺ മരുന്നും കൊടുത്ത് കുറച്ച് നേരം അപ്പുറത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പേഷ്യന്റ് ഒന്നും കൂടി ഓക്കാനിച്ച് ഒരു ചെറിയ ഒരു കറുത്ത നിറത്തിലുള്ള എന്തോ ഛർദ്ദിച്ചു പോയി. അത്ര കാര്യമാക്കിയില്ല. ഉടനെ തന്നെ ഒന്നുകൂടി സെയിം റിപ്പീറ്റ്. അപ്പൊ മരുന്ന് ഛർദ്ദിച്ചതാണെന്ന് വിചാരിച്ച് രണ്ടാമതും മരുന്ന് കൊടുത്ത് ഒരു അരമണിക്കൂറെ കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു 7:30 മരുന്ന് കൊടുത്തിട്ട് ഒരു 8-8:15 9 മുമ്പ് 9 മണിയായപ്പോഴേക്കും അവര് ശരിക്കൊരു ഛർദി എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ചോറ്റുപാത്രത്തിൽ നിറയെ ഈ കറുത്ത കട്ടകളായിട്ട് ഇങ്ങനെ ഛർദിക്കത്തക്ക രീതി നിറഞ്ഞു നിൽക്കും. ഛർദിച്ചു. ഇത് ഛർദിച്ചതിനോടൊപ്പം തന്നെ അവർക്ക് മൂത്രമൊഴിക്കുന്ന കുറെ പൊടിയാണ് പോയത്. ആദ്യം കുറെ പൗഡറാണ് പോയത്. മൂത്രത്തിന് പകരം പൗഡറാണ് പോയത്. പൗഡർ പോയപ്പോഴും എനിക്കൊരു കാര്യം മനസ്സിലായി, ആ ഓറിഫിസസ് ഒക്കെ സംതിങ്. Therefore ഈ ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടല്ലോ, വീണ്ടും ആയി റിപ്പീറ്റ്. അത് മാത്രമല്ല ഒരു 5 ഡ്രോപ്സും കൂടി കൂട്ടിയിട്ടു. ഒരു 4 മണിക്കൂറിനകം അവർക്ക് മൂത്രം പോയി എന്നുള്ളത്. 4 മണിക്കൂറിനകം മൂത്രം പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി മെഡിസിൻ സെലക്ഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. ഏതോ ദൈവാനുഭവം, ഒരിക്കലും അത് വലിയ അറിവോടുകൂടി ചെയ്തൊന്നുമല്ല. എനിവേ ആ മരുന്ന് കഴിച്ച് 3 കഴിഞ്ഞ് 2-ാം ദിവസം തന്നെ കഞ്ഞി കുടിച്ചു തുടങ്ങി. 3-ാം ദിവസത്തേക്ക് പേഷ്യന്റ് എഴുന്നേറ്റിരുന്നു. 5-ാമത്തെ ദിവസം ഈ പേഷ്യന്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടുകയാണ്. വെളുപ്പിന് ഓടിയിട്ട് മണ്ണിൽ വീണിട്ട് അകത്തുകൊണ്ട് കിടത്തി. അതിനുശേഷം നടക്കാതിരുന്നിട്ടില്ല. ഈ ഒരു പേഷ്യന്റ് അത് കഴിഞ്ഞ് മരിക്കുന്നത് 9 വർഷങ്ങൾക്ക് ശേഷം. 9 വർഷങ്ങൾക്ക് ശേഷം ആണ് ഈ രോഗി മരിക്കുന്നത്. പക്ഷെ ഇതിനിടയിൽ കുറച്ച് പ്രശ്നങ്ങൾ എല്ലാ മാസവും ഉണ്ടാവാറുണ്ട്. ബ്ലീഡിങ് വരും. എല്ലാ മാസവും നല്ല ബ്ലീഡിങ് വരും. അപ്പൊ ഇതുപോലെ കുറെ കട്ടകൾ വരും. അപ്പൊ ഞാൻ ഈ അലോപ്പതി ഡോക്ടർ ജോ തോമസിനൊക്കെ പറയും, ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ എന്ന് പറയും. അപ്പൊ ഡോക്ടർ ഒരു കാര്യം, അങ്ങനെ ബ്ലീഡിങ് വരുമ്പോൾ കാൽഷ്യം ഗ്ലൂക്കണേറ്റ് ഇൻട്രാവെനസും കൊടുത്തോ, ബാക്കി ഡോക്ടർ മരുന്നും കൊടുത്തോ, പിന്നെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞങ്ങൾ വേണ്ട എന്താ ചെയ്യുക. കാരണം അവരൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, ഈ പേഷ്യന്റ് ഡ്രൈവ് ചെയ്യുന്നു വിചാരിച്ചിട്ടില്ല. ഉടനെ തന്നെ എനിക്ക് നല്ല സപ്പോർട്ട് അവരുടെ കയ്യിൽ നിന്നുണ്ടായി. ഞാൻ കാൽഷ്യം ഗ്ലൂക്കണേറ്റ് ഞാൻ തന്നെയാണ് ഇൻട്രാവെനസ് കൊടുത്തുകൊണ്ട് മാസം 1 പ്രാവശ്യം കൊടുക്കും. ഇതുപോലെ പ്രസവം പോലെ കുറച്ച് ഇതും പോവും, മാറിപ്പോയി. അവര് 9 വർഷം ശരിയായ രീതിയിൽ നടന്നിട്ട് തന്നെ, അല്ലാണ്ട് വേറെ ഒരു വലിയ ക്യാൻസർ പേഷ്യന്റ് കിടക്കണ പോലെയുള്ള വയ്യായി അങ്ങനെയൊന്നുമില്ല. പീഡിയതൊക്കെ കടയിൽ പോവും, സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങിപ്പോയി. അതാണ് ആദ്യത്തെ ഒരു കേസ്. ഞാൻ കൂടുതൽ കേസ് കിട്ടാത്തത് കുറച്ച് പോർഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഇനി അതുപോലെ അനവധി കേസുകൾ പറയാനിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ 2-3 കേസ് പറയുന്നുണ്ട്. അത് ലാസ്റ്റ്
ഒന്ന് രണ്ടെണ്ണം പറ്റിയാ പറയാം. ഇപ്പൊ നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കാം കേട്ടോ. ഇപ്പൊ തൽക്കാലം അതുകൊണ്ടാണ് ഇങ്ങനെ വന്നതിൽ എനിക്ക് കിട്ടിയ ഗുണം എന്താന്ന് വെച്ചാൽ അലോപ്പതി ഡോക്ടർമാരുടെ സപ്പോർട്ട്. അതുപോലെ തന്നെ ഈ ഹോമിയോപ്പതി മരുന്ന്, ഈ ഒരു മരുന്ന്, അതായത് ഞാൻ കൊടുത്തത് ക്രിയാസോട്ട് ടീഞ്ചറാണ് കേട്ടോ. ക്രിയാസോട്ട് ടീഞ്ചർ, മദർ ടീഞ്ചർ, ഇതാണ് ഞാൻ കൊടുത്ത മരുന്ന്. ഈ ക്രിയാസോട്ട് മദർ ടീഞ്ചർ ഇതുപോലെ 20-30 ഡ്രോപ്സ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം അടർന്നു പോകുന്നുള്ളത് എനിക്ക് അന്ന് ബോധ്യമായ ഒരു കാര്യം. അത് ആ ഒരു കേസിലുണ്ടായി. അതോടുകൂടി തന്നെ ഞാൻ ഇതിനെ ശരിക്കും പഠിക്കണമല്ലോ. പക്ഷെ ഇതിനൊരു സൈഡ് എഫക്റ്റ് വായിൽ തൊലി പോയിട്ടോ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വായിക്കിട്ട് തൊലി പോയി. പക്ഷെ അതൊക്കെ റിക്കവർ ആയി പോയി. ആ ഓടി വീഴാനുള്ള കാരണം ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആ ഉപയോഗിക്കുന്ന കാമ്പോസ് എന്ന് പറഞ്ഞൊരു ഗുളികയാണ് അന്ന് അവർ എഴുതി കൊടുത്തിരുന്നത്. ആ കാമ്പോസ് ഗുളിക കഴിച്ചതുകൊണ്ടാണ് പേഷ്യന്റ് വീണ്, അല്ലാണ്ട് വേറെ പ്രോബ്ലം കൊണ്ടല്ലാന്ന് ആ ഡോക്ടർ ജോ തോമസ് ഒന്ന് സഹായിച്ച് പറഞ്ഞു തരികയും ചെയ്തു. അതിനുശേഷം ആ കാമ്പോസ് ഗുളിക നിർത്തി ഹോമിയോ മരുന്ന് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. 9 വർഷം ഒരു പ്രശ്നമില്ലാതെ നടന്നു. ഇതുപോലെ ഒരെണ്ണല്ല, നമ്പർ ഓഫ് കേസസ് ഐ കൻ എക്സ്പ്ലെയിൻ, ബട്ട് ഐ നോട്ട് എക്സ്പ്ലെയിൻ ഹിയർ. ഓൺലി 1-2 more കേസസ് ഇഫ് ഐ എം ഗെറ്റിംഗ് ടൈം. അടുത്തത് ഇത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ക്യാൻസർ. അപ്പൊ ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്, നിങ്ങൾ കേവലം നമ്മൾ ലക്ഷണങ്ങൾ നോക്കിയിട്ട് മരുന്ന് കൊടുക്കുമ്പോൾ, ലക്ഷണങ്ങൾ നോക്കി മാത്രം മരുന്ന് കൊടുക്കുന്ന ഒരു ശീലത്തെ മാറ്റി നമ്മൾ സിറ്റുവേഷണലായിട്ട് ഇവിടെ എന്താണ് ആ സ്മെല്ല് കൂടിയ സാധനം ഞാൻ നോക്കി ഈ മരുന്ന് കണ്ടുപിടിക്കും. അതുപോലെ ആ കിടക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മരിക്കാൻ പോകുന്ന ആളാണ്, ഏത് മരുന്ന് കൊടുത്താലും നോ പ്രോബ്ലം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേക അവസ്ഥയിലാണ് നമ്മൾ. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് അന്ന് മുതൽ ഞാൻ ബോറിക്കിന്റെ ഇൻട്രൊഡക്ഷൻ വായിക്കാൻ, ബോറിക് മെറ്റിമെഡിക്കയുടെ ഇൻട്രൊഡക്ഷൻ വായിക്കാൻ തുടങ്ങിയത് അന്ന് മുതലാണ്. അതായത് എൻ്റെ 24 വയസ്സ് 25 വയസ്സിലാണ് ഈ പറഞ്ഞത്. അപ്പൊ ഇത്രയും കൊല്ലമായിട്ട് അതിനെ ഫോളോ ചെയ്തു നടത്തും. അത് കുറെ കഴിയുന്നതോടുകൂടി ഇത് ഒരെണ്ണം മാറിയോടുകൂടി പേര് ചേർന്ന് ഉറപ്പാണല്ലോ. അന്നത്തെ കാലത്ത്, അതായത് 10-40 കൊല്ലം മുമ്പ് ഇതുപോലൊരു ഇത് വന്നാൽ ആ നാട്ടിലൊക്കെ എങ്ങനെ ഉണ്ടാവും. അതോടുകൂടി കേസുകൾ ഇഷ്ടം പോലെ കിട്ടാൻ തുടങ്ങി. ക്യാൻസർ കേസുകളും വരും. ക്യാൻസറിന് മാത്രമല്ല എല്ലാ കേസുകളും എത്ര സീരിയസും വരും. കാരണം ക്യാൻസറോട് മാറ്റിയെന്നല്ലുണ്ട് ഇയാൾ നടന്നു തുടങ്ങിയില്ലേ, ഇഷ്ടം പോലെ പേഷ്യന്റ്. ഇങ്ങനെ വന്നപ്പോ എന്തായി, കൂടുതൽ പഠിക്കാൻ എനിക്ക് സാധിക്കും. പഠിക്കാൻ നിർബന്ധിക്കപ്പെട്ടു. സമയമില്ലാതെ ഒന്നിനും നേരമില്ല. അതുപോലെ പ്രാക്ടീസ് ചെയ്തു. അതോടുകൂടി ഈ പാത്തോളജി നമ്മുടെ ചികിത്സയ്ക്കൊപ്പം വേണമെന്ന് ഞാൻ നിർബന്ധമായി പിടിപ്പിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ പാത്തോളജിക്കൽ അപ്രോച്ച് കൂടി, നിങ്ങൾ ടോട്ടാലിറ്റി എടുക്കുമ്പോൾ ഒരു പാത്തോളജിക്കൽ അപ്രോച്ച് കൂടി വേണം എന്ന് നിഷ്കർഷിക്കുന്നതിന്റെ കാരണം. അപ്പൊ നമുക്കിപ്പോ ഏത് രോഗം വന്നാലും നമുക്കത് ചെയ്യും. അപ്പൊ ഇവിടെ ക്യാൻസറിന് ഇനി നിങ്ങൾക്ക് ഞാൻ ചെയ്യാറ്, ഈ ക്യാൻസറിന് ഇപ്പോഴത്തെ നിലയ്ക്ക്, അതായത് അന്നത്തെ 40 വർഷം മുമ്പുള്ള കഥ മാറി ഇപ്പോഴത്തെ അവസ്ഥയിൽ വരുമ്പോൾ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന രീതിയിലേക്ക്. ഇന്നിപ്പോ അലോപ്പതിക്കാർ എന്താ ചെയ്യാം? അലോപ്പതിക്കാർ ഇപ്പൊ ഒരു ക്യാൻസർ രോഗികൾ വന്നു കഴിഞ്ഞാല് അലോപ്പതിക്കാര് അവർ ആദ്യത്തെ സ്റ്റെപ്പിലെ പരിശോധനകളെല്ലാം കഴിഞ്ഞു, മെഡിസിൻ കഴിഞ്ഞു, കീമോതെറാപ്പി, റേഡിയേഷൻ, സർജറി, ഈ തരം പ്രൊസീജിയേഴ്സ് മാത്രം. ഇവരുടെ ഈ പ്രൊസീജിയേഴ്സ് കഴിയുമ്പോൾ നമ്മൾ ഹോമിയോപ്പതിക്കാർക്ക് ഈ സ്റ്റേജ് തൊട്ട് ട്രീറ്റ്മെന്റ് വരും. ശരിക്കും പറയുകയാണെങ്കിൽ മിനിമം ആവശ്യം വരുന്ന ഒരു സമയം ഇതിന്റെ ഈ സ്ഥലത്ത് നിന്നാണ്. അത് ഞാൻ ആ ഹിഡൻ പ്രോട്ടോകോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഏതായാലും അപ്പൊ ക്യാൻസർ ചികിത്സ നമ്മൾ കൃത്യമായ ലക്ഷണങ്ങളോടുകൂടി ഏത് അവയവത്തിനെയാണ് ബാധിക്കുന്നത്, ആ അവയവത്തോടനുബന്ധിച്ച് നിൽക്കുന്ന അവയവം ഏതാണ്, അതിൽ ഏതൊക്കെ തരത്തിലുള്ള സാധ്യതകളുണ്ടോ, എപ്പോൾ ചികിത്സിക്കുമ്പോഴും എല്ലാ ഓർഗനെയും കൃത്യമാക്കി കൊണ്ട് പോകുന്ന രീതിയിലുള്ള ഒരു സമീപനം വേണമെന്നാണ് ആദ്യം പറയുന്നത്. അതുകൊണ്ട് ക്യാൻസർ കേസ് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും കുറെ ക്യാൻസറിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള കുറെ മരുന്ന് അല്ല, ഒരിക്കലും അല്ല. ക്യാൻസറിന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ കൃത്യമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി കണ്ടെത്തി. ദാറ്റ് ഈസ് ദ ഫസ്റ്റ്. പിന്നെ ഏത് ഓർഗൻ ഏത് സ്റ്റേജിലാണ് ഇരിക്കണേന്ന് നോക്കണം. അഡ്വാൻസ് ഫസ്റ്റ് സ്റ്റേജ് ആണോ, സെക്കൻഡ് സ്റ്റേജ് ആണോ, ലാസ്റ്റ് സ്റ്റേജ് ആണോ. അതില് വെയർ വൈറ്റാലിറ്റി ഈസ് മോർ വീക്കൻഡ്, ഇൻ സച്ച് കേസസ് വി ഹാവ് ടു ജസ്റ്റ്, അവിടെയാണ് നമ്മൾ നോക്കിക്കൊണ്ട് ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്, ഞാൻ ട്രീറ്റ്മെന്റിന് മാത്രമായിട്ട് ഒരു 5-10 മിനിറ്റ്
പറഞ്ഞു തരാം. എങ്ങനെയാണ് ഞാൻ ഇപ്പൊ ചികിത്സിക്കുന്ന രീതിയെ പറ്റി പറഞ്ഞുതരാം. അടുത്തത് നമുക്ക് കോസ് ആൻഡ് എഫക്ട്. കോസ് ആൻഡ് എഫക്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ക്യാൻസർ വരിക? കോസ്, വിച്ച് ആർ വാട്ട് ആർ ദ കോസ്? കോസസിൽ നമുക്ക് എന്തൊക്കെയാണ് വരിക? കാരണങ്ങളിൽ ഫിസിക്കൽ കോസസ്, മെന്റൽ കോസസ്, എൻവയോൺമെന്റൽ കോസസ്, ഇഞ്ചുറി, ഇൻഫെക്ഷൻ, ജീൻ മ്യൂട്ടേഷൻ. ഇത്രയും സാധ്യതകളാണ് പറയുന്നത്. ഇപ്പൊ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കൽ കോസസ് എന്താണ്? ഫിസിക്കൽ കോസസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് സംബന്ധിക്കുന്ന എല്ലാ ഭാഗങ്ങളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ശരീരത്തിനെ പറ്റി എല്ലാം. അപ്പൊ ഫിസിക്കൽ ആറ്റിറ്റ്യൂഡ്, ഫസ്റ്റ് ഐ ആം ഗിവിംഗ് പ്രയോറിറ്റി ടു ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡിവിജ്വൽ, വെദർ ദ പേഷ്യന്റ് ഈസ് സ്റ്റാൻഡിങ് ഇറക്റ്റ് ഓർ നോട്ട്, വെദർ ദ പേഷ്യന്റ് ഈസ് സ്റ്റാൻഡിങ് ടിൽറ്റഡ് ഓർ നോട്ട്, ചെരിഞ്ഞോ നിവർന്നോ കിടക്കുക അല്ലെങ്കിൽ വളഞ്ഞു ഒഴിഞ്ഞെടുക്കുക, സ്പൈൻ ലെവൽ, ഇതെല്ലാം ഞാൻ ഒബ്സർവ് ചെയ്തു. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് നമ്മളെ അപ്പിയറൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽ. സെക്കൻഡ്, പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡാണ്. ഭക്ഷണം. ഭക്ഷണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? എപ്പോ ഭക്ഷണം കഴിക്കുന്നു, എന്തെല്ലാം കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു, ഇതെല്ലാം പ്രധാനമാണ്. നമുക്ക് സാധാരണഗതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റു, ഒരാൾ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ല, ഉച്ചയ്ക്ക് കിട്ടിയ ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിച്ചിട്ടെങ്കിലും മുന്നോട്ട് പോകും. അതിന്റെ സ്ഥാനത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോൾ കഴിക്കണം, അല്ലെങ്കിൽ ഡിന്നർ എപ്പോൾ കഴിക്കണം, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി. അതുപോലെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എത്രത്തോളം കലോറി നമ്മൾ കഴിക്കുന്നുണ്ട്, എത്രത്തോളം കലോറി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കും. അപ്പൊ ഫിസിക്കലായിട്ട് കോസ് ഇവിടെ എവിടെയെങ്കിലും ഇഫ് എനി ഐദർ സബ്നോർമൽ ഓർ അബ്നോർമൽ, കൂടിയോ കുറഞ്ഞോ ഏത് വന്നാലും ആ ഡിസീസിന്റെ അവസ്ഥയിലേക്ക്. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ നോക്കുക. അതായത് നമ്മുടെ മുന്നിൽ വരുന്ന രോഗിയില് അവരുടെ ഡേ റുട്ടീൻസില് വരുത്തേണ്ട മാറ്റങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തു. അത് ഫസ്റ്റ് പോസ്റ്റർ കൊടുക്കുക, സെക്കൻഡ് ഫുഡ് കൊടുക്കുക. ഇനി വരാൻ പോകുന്നത് മൈൻഡാണ്. മൈൻഡിൽ പ്രധാനം ഇതേപോലെ തന്നെയാണ് മനസ്സിൽ നമ്മുടെ ചിന്തകളിൽ എപ്പോഴാണ് നമ്മൾ കൂടുതൽ വിഷമിക്കുക, എപ്പോഴാണ് കൂടുതൽ നമ്മൾ സങ്കടം. സാധാരണഗതിയിൽ സങ്കടമൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴാ പോവാ? രാത്രി കിടന്നുറങ്ങണ നേരത്തോ രാത്രി കിടക്കാൻ പോകുമ്പോഴാണ് എല്ലാ സങ്കടങ്ങളും കഴിച്ച് ഇങ്ങനെ പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കി, രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് എന്ത് ചിന്തിച്ച് കിടന്നുറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ലോ ഓഫ് അട്രാക്ഷൻ തിയറി പ്രകാരം അത് നമ്മുടെ ചിന്തയിലേക്ക് വന്ന് നമ്മുടെ ശരീരത്തിലെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ കോർട്ടിസോൺ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ക്യാൻസർ കണ്ടീഷൻസോ എനി ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ, ഇത്തരം കണ്ടീഷൻസ് ഒക്കെ കോർട്ടിസോൺ എക്സസ് ആയിട്ട് തരും. നമുക്ക് ദേഷ്യം വരികയാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന അഡ്രിനാലിൻ, അപ്പോഴാണ് നമ്മുടെ കാർഡിയാക് കംപ്ലൈൻസോ ലിപിഡ് പ്രൊഫൈൽസ്. അപ്പൊ നമ്മുടെ മാനസികാവസ്ഥയും അതിന് പ്രധാനമാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മുടെ പോസ്ചർ, രണ്ടാമത് നമ്മുടെ ഫുഡ്, മൂന്നാമത് നമ്മുടെ തോട്ട്സ്. ഈ മൂന്ന് കാര്യങ്ങളിലും ഹോമിയോപ്പതിക്കാര് ഒരു പേഷ്യന്റ് വരുമ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് കിട്ടുമോ അതിനെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ചികിത്സയ്ക്ക്. ഇതോടൊപ്പം തന്നെ ഈ ക്യാൻസർ കേസ്, നല്ല ക്യാൻസർ മാത്രമാണ് ഉണ്ടാട്ടോ, ഞാൻ എല്ലാ കേസുകളെയും ഒരുമിച്ച് പോണത്. ഏത് രോഗങ്ങൾ വന്നാലും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ക്രോണിക് കേസുകൾ ഏത് വന്നാലും ചെയ്യേണ്ട വിധങ്ങളാണ് ഈ പറയുന്നത്. അതിപ്പോ ആർത്രൈറ്റിസ് ആയാലും കൊള്ളാം, വേറെ ഏത് കംപ്ലൈന്റ്, ഏത് ക്രോണിക് കേസാണ്. ക്രോണിക് കേസുകൾ ഒരിക്കലും നമ്മൾ വെറുതെ കുറെ മരുന്ന് കൊടുത്ത് മാത്രം മാറ്റാൻ പാടില്ല എന്നും മനസ്സിലാക്കി. ഇതിന്റെ എല്ലാത്തിന്റെ എഫക്റ്റിലാണ് ഇപ്പൊ എൻവയൺമെന്റ്, പരിസ്ഥിതികളിൽ ഉണ്ടാവാം ഇഞ്ചുറി, ഏതെങ്കിലും ട്രോമ ഉണ്ട്, ഏതെങ്കിലും ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം, പല്ല് കേടുള്ള പല്ല്, ഫിറ്റിംഗ് ഡെന്തേഴ്സ്, ഇതിങ്ങനെ കോൺസെൻട്രേറ്റ് പറഞ്ഞ് ഓറൽ സി ഒക്കെ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അതൊക്കെയാണ് ഇതിന്റെ കോസസ്, ഇൻഫെക്ഷൻ ഒക്കെ പറയുന്നത്. അപ്പോ ഇതിന് ഞാൻ എപ്പോഴും കൂടുതൽ പോയിന്റിലേക്ക് കടക്കാതിരിക്കാണ് ബ്രേക്ക് വെച്ചുകൊണ്ടിരിക്കാൻ കേട്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു ക്യാൻസർ പേഷ്യന്റ് എങ്ങനെയാണ് വരിക? പെട്ടെന്നൊരു ക്യാൻസർ പേഷ്യന്റ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു വരും. അതിന് തന്നെ പല സ്റ്റേജസ് ഉണ്ട്. അപ്പൊ ചിലപ്പോൾ ഒരാൾ പനിയായിട്ട് വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിക്ക് ഇവിടെ ഒരു മുഴയാണെന്ന് പറഞ്ഞു വന്നു, അങ്ങനെ പലതുമായിട്ടാണ് വരുന്നത്. അപ്പൊ അവര് നമ്മുടെ മുന്നിൽ വരുന്നത്
ഹൗ ദേ കംസ് ടു us, എങ്ങനെ വരുന്നു എന്നുള്ളത്. ആ വരുന്നതില് നമ്മൾ ഇപ്പൊ പനി വന്നു വരുന്നു, അപ്പൊ നമ്മൾ തന്നെ ഒരു മരുന്ന് കൊടുത്തു വിട്ടു, അത് മാറി അല്ലെങ്കിൽ മാറിയില്ല, പിന്നെ വേറെ പിന്നെയും മാറുന്നില്ല, വേറെ ഡോക്ടറെ കണ്ടിട്ട് മാറാത്ത വരും. കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി 2, 3, 4 ഡോക്ടർമാരെ കണ്ടിട്ട് മാറാതെ വരും. അതെല്ലാം കഴിഞ്ഞാൽ ചിലപ്പോൾ ഡയഗ്നോസ് ചെയ്തിട്ട് ക്യാൻസർ ആണെന്ന് പറഞ്ഞു വരും. ക്യാൻസർ സ്റ്റേജിന്റെ ലാസ്റ്റിൽ കയറി വരും, മധ്യത്തിൽ കയറി വരും. ഇങ്ങനെ പല സ്റ്റേജ് നമുക്ക്, ഇങ്ങനെ പല സ്റ്റേജിലും വരുമ്പോൾ നമ്മൾ ഒക്കെ ആകെ അറിയാവുന്ന ഒരു കാര്യം എന്താണ്? രോഗി ഏത് അവസ്ഥയിലാണ് നമ്മളെ അപ്രോച്ച് ചെയ്യണേ എന്ന് നോക്കണം. ഇൻ വിച്ച് സിറ്റുവേഷൻ ഹി കംസ് ടു us, നമ്മുടെ മുന്നിലേക്ക് എങ്ങനെയാണ് അവർ വരുന്നത്. ആ വരുന്ന ഇതിനെ നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ. ആ വരുന്നതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ അനുമാനിക്കണം? ആ വരുന്ന സമയത്ത് ഈ രോഗത്തിന്റെ സിവിയറിറ്റി മനസ്സിലാക്കണം. അതുപോലെ അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഞാനൊരു പ്രോട്ടോകോൾ ഉണ്ടാക്കി, നേരത്തെ നിങ്ങൾ ആവശ്യപ്പെട്ട ഹിഡൻ പ്രോട്ടോകോൾ. ഇപ്പൊ ഹിഡൻ പ്രോട്ടോകോൾ മീൻസ് HIDDEN, ഇതാണ് ഹിഡൻ പ്രോട്ടോകോൾ എന്ന് ചെയ്തത്. ഞാൻ എൻ്റെ ഐഡിയകൾ മുഴുവൻ മോനത് ഡിജിറ്റലൈസ് ചെയ്തിട്ടാണ് ഈ പുസ്തകമൊക്കെ ഉണ്ടാക്കിയത്. ഇത് നിങ്ങൾക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ദിസ് എ ബുക്ക് ദാറ്റ് ഈസ് വിച്ച് വി ആർ കോളിംഗ് ആസ് ഹിഡൻ പ്രോട്ടോകോൾ. ഇവിടെ നമുക്ക് H എന്ന് പറയുന്നത് ഹെൽത്തിനെ റെപ്രസെന്റ് ചെയ്താൽ, I എന്ന് പറയുന്നത് ഇപ്പൊ ഹിഡൻ പ്രോട്ടോകോളിനെ പറ്റി ഒന്ന് നേരത്തെ ചോദിക്കാൻ ഒന്ന് പറഞ്ഞു തരികയാണ്. കൂടുതൽ വേണമെങ്കിൽ അവരോട് പറയിപ്പിക്കാം, ആവശ്യം വരികയാണെങ്കിൽ. എന്തായാലും എന്റെ സമയമൊന്നുമില്ല. അപ്പൊ H എന്ന് പറഞ്ഞാൽ ഹെൽത്ത്. ഒരു ഭാഗത്ത് ഹെൽത്ത്, ഒരു ക്ലാസ്, ആരോഗ്യത്തിന്റെ ക്ലാസ്. മറ്റത് ഹിഡൻ, I മീൻസ് ഇറ്റ് ഡിനോട്ട്സ് ദ ഇന്റൻസിറ്റി ഓഫ് ദ ഡിസീസ്. Then D for dreadfulness, നമ്മുടെ ഭയാനകത്വം, ഡ്രെഡ്ഫുൾനെസ്. പിന്നെ രണ്ടാമത്തെ ഒരു ഇതിന്റെ ഡ്യൂറേഷൻ, അതിന്റെ എത്ര കാലമായി. അതുപോലെ പിന്നെ എക്സ്റ്റെൻഡ്, അത് എത്ര എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അവസാനം N നേച്ചർ. ഈ ഹിഡൻ പ്രോട്ടോകോളില് ഈ 6 ഘടകങ്ങളെ നമ്മൾ ഏതൊരു രോഗം വന്നാലും അനലൈസ് ചെയ്യാവുന്ന ഒരു ടൂളാക്കി മാറ്റി. അതായത് നമ്മുടെ മുന്നിൽ വരുന്ന ഒരു കേസിനെ എങ്ങനെ വേണം, ഏത് സ്റ്റാറ്റസിലെ എന്ന് നിർണയിക്കാൻ ഒരു ടൂളായിട്ട് എടുത്തതിനെയാണ് അതിനൊരു ഹിഡൻ പ്രോട്ടോകോൾ. ഇതിന് നമ്മൾ ഏതൊരു പേഷ്യന്റ് വന്നാലും HP സ്കോർ, ഹിഡൻ പ്രോട്ടോകോൾ സ്കോർ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? സംശയം പറഞ്ഞാൽ പിന്നെ ചോദിച്ചോളൂ. ഹിഡൻ പ്രോട്ടോകോൾ എന്ന അതിന് ഹിഡൻ HP സ്കോർ എന്നും പറഞ്ഞിട്ട്, അപ്പോൾ അതിനെ ഓരോന്നിനെ നമ്മൾ 6 മാർക്ക് വീതം കൊടുക്കും. ഇപ്പൊ H 6 മാർക്ക്, ഹെൽത്തി കണ്ടീഷൻ 6, I ഇങ്ങനെ ഓരോന്നിന് 6 മാർക്ക് കൊടുത്ത് ഏതിലാണോ കൂടുതലുള്ളതിനെ അതനുസരിച്ച് നമ്മൾ അങ്ങനെ ടോട്ടൽ 36 മാർക്കുണ്ട്. ഈ 36 മാർക്കില് ഏതാണോ 36 മാർക്ക് ഉള്ളതില് എത്ര മാർക്ക് ഒരു രോഗിക്ക് കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് ഈ ഹിഡൻ പ്രോട്ടോകോളിനെ പല ലെവൽസ് ആയിട്ട് മാറ്റി. ഓരോ ലെവലില് ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4, ലെവൽ 5, ലെവൽ 6, 6 ലെവലായിട്ട് മാറ്റി. 6 ലെവലിലെ ഒന്നാമത്തെ ലെവൽ ലെവൽ 1 എന്ന് പറഞ്ഞാൽ 6 മുതൽ 10 വരെ മാർക്ക് കിട്ടുകയാണെന്ന് വിചാരിക്കും. നമ്മൾ ഈ നോക്കുന്ന സമയത്ത് 6 മുതൽ 10 എന്ന് കിട്ടുകയാണെങ്കിൽ അതിനെ ലെവൽ 1. അപ്പൊ ലെവൽ 1-ലാണെങ്കിൽ സാധാ മരുന്ന് കൊടുത്താൽ മതി. മെഡിസിൻ സിംറ്റം അനുസരിച്ച് മരുന്ന് കൊടുക്കേണ്ട ആവശ്യം. ലക്ഷണം കേൾക്കുമ്പോൾ നമുക്ക് മരുന്ന് വേണമെങ്കിൽ കൊടുക്കാം, ദാറ്റ്സ് ഓൾ. 11 മുതൽ 15 വരെ അത് ലെവൽ 2 എന്ന് പറയും. ഈ ലെവൽ 2-ലാണെങ്കിൽ സിംറ്റം നോക്കണം, പത്തോളജി നോക്കണം. സിംറ്റം പ്ലസ് പത്തോളജി. ലെവൽ 3 എന്ന് പറഞ്ഞാൽ സിംറ്റം നോക്കണം, പത്തോളജി നോക്കണം, മയസം നോക്കണം. 3 കാര്യങ്ങൾ നോക്കണം. ലെവൽ 4 എന്ന് പറഞ്ഞാൽ 21 to 25, 21 തൊട്ട്
25 മാർക്ക് വരെയുള്ളതാണ്. അത് സിംറ്റം നോക്കണം, പാത്തോളജി നോക്കണം, മയസം നോക്കണം, ഇൻവെസ്റ്റിഗേഷൻ പ്ലസ് സർജറി ഇഫ് നീഡഡ്. ഇത് ആ പ്രോട്ടോകോളിലെ 21 തൊട്ട് 25. 26 മുതൽ 30 വരെയാണ് മാർക്ക് കിട്ടുന്നതെങ്കിൽ ലെവൽ 5 എന്ന് പറയും. അവിടെ ദ ആപ്റ്റ് റെമഡി ഈസ് ദ സിമിലിമം. ദെയർ ദ ഹോമിയോപ്പതി. ഈ 6ാമത്തെ ലെവലിലെ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുന്ന സമയത്ത് സിമിലിമം അല്ലാതെ അവിടെ വേറൊരു ടൂളില്ല. ഇവിടെ ശരിക്ക് അലോപ്പതിക് ട്രീറ്റ്മെന്റ്, സർജറി, മറ്റുള്ള മെത്തേഡ് കഴിയുന്നതോടുകൂടി അവിടെ ഫിനിഷ് ചെയ്യാണ്. അവിടെ സിമിലിമമാണ്. ഈ സിമിലിമം എടുക്കാൻ വേണ്ടിയിട്ടാണ് ലെവൽ 6 എന്ന് പറഞ്ഞാൽ 31 തൊട്ട് 36 പാലിയേഷൻ മാത്രമേ. ഇപ്പൊ നിങ്ങൾക്ക് 6 തരത്തില് ഉള്ള രോഗികളെ നമുക്ക് തരം തിരിച്ചാൽ ഏത് തരത്തിലുള്ള പ്ലാൻ ഓഫ് ട്രീറ്റ്മെന്റ് നമുക്ക് എടുക്കണം എന്ന് മനസ്സിലാക്കുന്നത്. എത്ര ഇന്ന രോഗിക്ക് പാത്തോളജി ആവശ്യമുണ്ട്, മയസ് ആവശ്യമുണ്ട്, ഇന്നത് ആവശ്യമുണ്ട്. then we have to just look. ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും. അതാണ് ഞാൻ ഈ പ്രോട്ടോകോളിൽ HP സ്കോർ എടുത്ത് കിട്ടിക്കഴിയുമ്പോൾ കിട്ടുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് ഈ സിമിലിമം, അതായത് ലെവൽ 5ലെ സിമിലിമം കണ്ടെത്താൻ എന്ത് ചെയ്തു? അതിനു വേണ്ടിയിട്ടാണ് ഒരു ട്രയാങ്കിൾ മെത്തേഡ്. 3 ട്രയാങ്കിൾ വെച്ചാൽ 3 കോസുകൾ, 3 സംഗതികളെ, 9 സംഗതികളെ 3 ട്രയാങ്കിളിൽ അതിനെ ഒരു മിക്കവാറും ഒന്ന് ശരിയാകത്തക്ക രീതിയിൽ അങ്ങനെ ഉള്ള 3 ട്രയാങ്കിളെയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അപ്പോ ഈ ട്രയാങ്കിൾ മെത്തേഡ് പ്രകാരം നമ്മൾ പേഷ്യന്റിനെ അനലൈസ് ചെയ്യുക. ഇതെവിടെ വേണം? സിമിലിമം ആവശ്യമുള്ള സ്ഥലത്ത് മതി. അല്ലാതെ ഒരു പനി വരുന്ന, തലവേദന വരുമ്പോൾ അവിടെ സിമിലിമം ഒന്നും വേണ്ട. സിമിലിമം വേണ്ടെന്നല്ല, നമുക്ക് അവിടെ കീനോട്ട് തെറപ്പി ആവാം, അല്ലെങ്കിൽ ഏത് പത്തോളജിക്കൽ ഫൈൻഡിങ് ആവാം, ഏതെങ്കിലും സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആവും. വാട്ട് എവർ ബി ദി മെത്തേഡ് വി ക്യാൻ ടേക്ക്. ബട്ട് അറ്റ് ദി സെയിം ടൈം ഇവിടെ നമുക്ക് ഇതിന്റെ ഓരോ കാര്യങ്ങൾ, അതായത് ഈ ലെവല് നോക്കിയിട്ട് കേസ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ സിമിലിമം ആവശ്യം വന്നാൽ അവിടെ നമുക്ക് ഈ ട്രയാങ്കിൾ മെത്തേഡ് ഉപയോഗിക്കാം. ട്രയാങ്കിൾ മെത്തേഡിൽ കോസ് നോക്കും, ടെമ്പറമെന്റ് നോക്കും, മയസം നോക്കും. അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ആ 3 കാര്യങ്ങളെ നോക്കിക്കൊണ്ട് നമ്മൾ അനലൈസ് ചെയ്ത് കിട്ടുമ്പോൾ കൃത്യമായ സിമിലിമം നമുക്ക് കിട്ടണം. ഇങ്ങനെ നമ്മളൊരു ഓർഡറിൽ പോയാൽ, നമ്മൾ പല സ്ഥലത്തിരിക്കുന്ന ഡോക്ടർമാരാണെങ്കിൽ ഒരേ ലെവലിൽ പോയാൽ എല്ലാവർക്കും ഒരു ഒരു യൂണിക്നെസ്, നമുക്ക് എല്ലാവർക്കും ഒരു ഏകദേശം ഒരേ സമകാലികത, അത് കീപ്പ് ചെയ്യാനും. ഇപ്പൊ പല സ്ഥലത്തും പല ഡോക്ടേഴ്സും പല തരത്തിലാണ്. എന്നാൽ എല്ലാവരും മാറ്റുന്നുണ്ട് രോഗങ്ങൾ ആരും മാറ്റാതെ, രോഗങ്ങൾ കുറയുന്നുണ്ട്. അപ്പൊ അതിന് നമുക്കൊരു സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ, എല്ലാവർക്കും ഉപകാരപ്രദമായതും, ഏത് ഭാഗത്തിരിക്കുന്ന ഒരാള്, ഇപ്പൊ തൃശ്ശൂർ ഇരിക്കുന്ന ആളായാലും കോഴിക്കോട് ഇരിക്കുന്ന ആളായാലും തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഒരാളായാലും ട്രയാങ്കിൾ മെത്തേഡ് പഠിച്ച ഒരാള് മരുന്ന് എഴുതുകയാണെങ്കിൽ ആ മരുന്ന് എഴുതുന്നതിൽ ഒരു കൃത്യത ഉണ്ടായിരിക്കുമെന്ന് പറയാൻ സംശയമില്ല. എവിടെയാണ് അതിനെ കറക്റ്റായിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ആണ്. അതുകൊണ്ടാണ് ഈ സ്റ്റാൻഡർഡൈസ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഭാഗത്തിലേക്ക് വന്ന് അതിന്റെ 2 ഭാഗത്തുള്ളതാണ് HP സ്കോറും ട്രയാങ്കിൾ മെത്തേഡ്. ഈ ട്രയാങ്കിൾ മെത്തേഡിലെ ആദ്യത്തെ ട്രയാങ്കിളിലെ നേച്ചർ ഓഫ് ദ പേഷ്യന്റിന്റെ നേച്ചർ പേഷ്യന്റ് എന്ന് പറയുമ്പോൾ ഞാനത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അതൊക്കെ ടോപ്പിക് പോലും നിങ്ങളുടെ സമയം കിടക്കുമ്പോൾ പറഞ്ഞോളൂ. ഞാൻ സമയത്തെ പേടിച്ചിട്ടാണ് ബ്രേക്ക് ചെയ്ത് പോണത്. നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ അപ്പൊ പറഞ്ഞു. നേച്ചർ ഓഫ് ദ പേഷ്യന്റ്, then character, then temperament. ഇതാണ് ഫസ്റ്റ് ട്രയാങ്കിൾ. ടെമ്പറമെന്റ് നോക്കണം. ടെമ്പറമെന്റ് അറിയാം, നമുക്ക് 4-5 ടെമ്പറമെന്റ് ഉണ്ട്, അത് നോക്കിയെടുക്കാം. ക്യാരക്ടർ നോക്കാൻ സാധിക്കും. നേച്ചർ ഓഫ് ദ, അപ്പൊ ഒരു രോഗിയിലെ എവിടെയാണ് നേച്ചർ നോക്കേണ്ടത്, എവിടെയാണ് ക്യാരക്ടർ നോക്കേണ്ടത്, എവിടെയാണ് ടെമ്പറമെന്റ് നോക്കേണ്ടത്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ. സെക്കൻഡ് ട്രയാങ്കിള് അത് സ്പെസിഫൈ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം, സെക്കൻഡ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. സ്പെസിഫൈ ചെയ്യുന്നതിൽ കോസ്, സ്ഫിയർ, എഫക്റ്റ് ഇതാണ്. ഇനി മൂന്നാമത്തത് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ
മയസം, അതുപോലെ സൈഡ് എഫക്റ്റ്, തെർമൽ. ഈ 3. അപ്പോൾ ഈ 9 കാരണങ്ങളെ നമ്മൾ കൃത്യമായ രീതിയിൽ ലക്ഷണപ്രകാരം നോക്കിയെടുത്ത് കൃത്യമായ രീതിയിൽ വന്നാൽ നമുക്ക് സിമിലിമം കിട്ടും. അതിനെയാണ് ഇപ്പൊ ഹിഡൻ പ്രോട്ടോകോൾ. ഹിഡൻ പ്രോട്ടോകോൾ ഇത്ര മതിയെന്ന് തോന്നുന്നു. ഇനി വേണമെങ്കിൽ ഞാൻ നമ്മുടെ സ്റ്റുഡൻ്റ് ആണ് ഡോക്ടർ നിത്യ കൊണ്ട് വേണമെങ്കിൽ പറഞ്ഞു തരാം, സമയം കിട്ടുകയാണെങ്കിൽ. ഒരു 5 മിനിറ്റ്. അപ്പൊ എന്തായാലും ഹിഡൻ പ്രോട്ടോകോളിനെ പറ്റി അറിയാമെന്ന് വെച്ചാൽ ഞാൻ 10 മിനിറ്റ് മുമ്പ് നിർത്തുമ്പോൾ നിത്യ വേണമെങ്കിൽ അതിനെപ്പറ്റി പറയും. ഇനി ക്യാൻസർ ട്രീറ്റ്മെന്റ് ആണ്. ഞാനിപ്പോ ചെയ്യുന്ന ക്യാൻസർ ട്രീറ്റ്മെന്റിന് എങ്ങനെയാണ് ഞാൻ ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്നത്. ഒരു ക്യാൻസർ പേഷ്യന്റ് എൻ്റെ മുന്നിൽ വന്നാൽ ഈ HP സ്കോർ പോലെ ഏത് രീതിയിലാണ് എന്ന് അനുമാനിക്കും, ഏത് പ്ലാൻ ഓഫ് ട്രീറ്റ്മെന്റ് ആണോ വേണ്ടത് എന്ന് നിശ്ചയിക്കും. നിശ്ചയിച്ചതിന് ശേഷം 5 സ്റ്റെപ്പിലാണ് ഞാൻ ഒരു ക്യാൻസർ കേസിനെ കാണുന്നത്. ഒരു ക്യാൻസർ എന്ന് പറയുന്നത് അതിൻ്റെ ട്രൈമയസ്മാറ്റിക്, നമ്മൾ പറയും, എല്ലാ അവസ്ഥകളെയും ഒരുമിച്ചാണ് കാണുന്നത്. അവിടെ വരുന്നത് ഇൻഫ്ലമേഷൻ, ഇൻഡ്യൂറേഷൻ, അൾസറേഷൻ. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ കട്ടിപിടിക്കുമ്പോൾ ഇൻഡ്യൂറേഷനായി, അത് പഴുത്തു കഴിഞ്ഞ അൾസറേഷൻ. ഇൻഫ്ലമേഷൻ, ഇൻഡ്യൂറേഷൻ, അൾസറേഷൻ. ഈ ഇൻഫ്ലമേഷൻ ആദ്യം വരുന്നത് സബ് മ്യൂക്കസ് ഫൈബ്രോസിസ്. അതായത് ആദ്യം വരുന്നത് ഇപ്പൊ മ്യൂക്കസ് മെമ്പറിൽ അഡിനോമ കേസൊക്കെ ആണെങ്കിൽ ഒരു ഫൈബ്രോസിസ് ഡെവലപ്പ്, സബ് മ്യൂക്കസ് ഫൈബ്രോസിസ്. അപ്പോൾ വി ഹാവ് ടു ട്രീറ്റ് എ ക്യാൻസർ വിത്ത് ദീസ് 5 തിങ്സ്. ഒന്ന്, സബ് മ്യൂക്കസ് ഫൈബ്രോസിസിന്. സബ് മ്യൂക്കസ് ഫൈബ്രോസിസിന് സാധാരണഗതിയിൽ my remedy I am selecting is thiocyanamide. The next is inflammation. Inflammation എന്ന് പറയുന്നത് മിക്കവാറും സോറിക് റെമഡീസ് എല്ലാം ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബെൽഡോണ, കാൽക്കേരിയ എന്നൊക്കെ പറയും. ഇവിടെ നിങ്ങൾ ഒരു കാര്യം, ബെൽഡോണ ഇപ്പൊ ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആണ്. മൂന്നാമത് വരുന്നത് ഇൻഡ്യൂറേറ്റീവ് ഡ്രഗ്സ് ആണ്. ഇൻഡ്യൂറേറ്റീവ് വെച്ചാൽ any tissue become harder. That indurated state. For example, you can select the remedies from the psychotic family. മിക്കവാറും ഒക്കെ എല്ലാം ആയിക്കൊള്ളണമെന്നില്ല, എങ്കിലും സൈക്കോട്ടിക് യു ക്യാൻ തിങ്ക്. പെട്ടെന്ന് കണ്ടുപിടിക്കുക. ഇൻഡ്യൂറേഷൻ ഡ്രഗ് കിട്ടും. നിങ്ങൾക്കിത് കെൻഡ്രപ്പട്ടിയിൽ ബാക്കിൽ ജനറാലിറ്റീസ് പോയി തപ്പിയാൽ കിട്ടും. ഇൻഡ്യൂറേഷൻ കിട്ടും, ഇൻഫ്ലമേഷൻ കിട്ടും, ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഏത് ഭാഗത്ത് നോക്കിയാലും ഏത് ഓർഗന്റെയും അവസ്ഥ കിട്ടും. ഈ ഓർഗനെയും പ്ലസ് ബാക്കിൽ കാണുന്ന ഇൻഫ്ലമേഷൻ കൂട്ടിച്ചേർത്താൽ ആ ഓർഗന്റെ ഐറ്റിസിന്റെ റെമഡീസായി അതിൽ നിന്ന് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇഫ് യു ആർ ഗോ ത്രൂ ദിസ് കെൻ റെപ്പറട്ടറി ഇൻ ദ ബാക്ക്, ദാറ്റ് ഇസ് ഇൻ ദി ജനറാലിറ്റീസ്, രണ്ടും കൂടി കമ്പൈൻ ചെയ്താലും കിട്ടും മെഡിസിൻസ്. ദെൻ അൾസറേറ്റീവ്, അത് സിഫ്ലിറ്റിക് മരുന്ന്. ഇങ്ങനെ 3 കണ്ടീഷൻ. അപ്പൊ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ 3 കണ്ടീഷനും ഈ ഒരു ക്യാൻസർ കേസിൽ കാണും. ചില സെൽസുകൾ ഇൻഫ്ലമേഷൻ ആയിരിക്കും, ചിലത് കട്ടി പിടിച്ചിട്ടുണ്ടാവും, ചിലത് അൾസറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന് മുമ്പുള്ള കേസ് ഇത് മാത്രം മതിയോ? ഇതിന് വേറെ കുഴപ്പമുണ്ട്. മാലിഗ്നന്റ് ക്യാൻസേഴ്സ്, മാലിഗ്നന്റ് ട്യൂമേഴ്സിന് എന്താണ്, മെറ്റാസ്റ്റാസിസ് ഉണ്ട്. അപ്പൊ മെറ്റാസ്റ്റാസിസിനെയും പ്രിവെന്റ് ചെയ്യണം. അപ്പൊ ഇൻഫ്ലമേഷന് മരുന്ന് വേണം, ഇൻഡ്യൂറേഷന് മരുന്ന് വേണം, അൾസറേഷന് മരുന്ന് വേണം. മെറ്റാസ്റ്റാസിസിനെ പ്രിവെന്റ് ചെയ്യാനോ ആ ഓർഗനെ സേഫ് ആക്കാനുള്ള മെഡിസിൻ കയ്യിൽ വേണം. കൂടാതെ കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ അതനുസരിച്ചും വേണം. അല്ലാതെ അക്യൂട്ട് എമർജൻസീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ത്രോട്ടിൽ ഒരു ക്യാൻസർ വന്നാൽ ഓക്സിജൻ ലെവൽ വന്നാൽ ഓക്സിജൻ നമ്മൾ ചെയ്യേണ്ടി വന്നാൽ ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള കണ്ടീഷൻസിന് അതിനും നമ്മൾ മെഡിസിൻ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പാറ്റേണിൽ നമ്മൾ തയ്യാറാക്കിയിട്ട് ഈ HP സ്കോർ പോലെ കൃത്യമായ രീതിയിൽ അതിനെ അനലൈസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ക്യാൻസറിന് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയാണ് പറഞ്ഞത്, ഹിഡൻ പ്രോട്ടോകോൾ. ഇതിനെല്ലാത്തിനും പ്രയറായിട്ട് നമുക്ക് എന്താണ് ഏറ്റവും ആവശ്യം? കേസ് ടേക്കിംഗ്. നല്ല പോലെ കേസ് എടുക്കുക എന്നതാണ് അതിന്റെ മുഖ്യം. കേസ് എടുക്കുക എന്ന് പറഞ്ഞാൽ പല ഡോക്ടേഴ്സും പലതരത്തിലാണ് കേസ്. പല ഡോക്ടേഴ്സും പലതരത്തിൽ കേസ് എടുക്കുമ്പോൾ ആ കേസ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുക? ഏതെങ്കിലുമൊക്കെ എടുക്കും. പക്ഷെ കേസ് എടുക്കുന്നതിൽ അതുകൊണ്ട് കേസ് ടേക്കിങ്ങിന് പ്രാധാന്യം കൊടുക്കും. അപ്പൊ കേസ് ടേക്കിങ് എടുക്കണം, ഹിഡൻ പ്രോട്ടോകോൾ എടുക്കണം,
ട്രയാങ്കിൾ മെത്തേഡ് വെച്ച് നമ്മൾ സിമിലിമം കണ്ടെത്തി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 5 ലെവലിലും ചികിത്സിക്കത്തക്ക രീതിയിൽ ചെയ്താൽ മാലിഗ്നൻ കണ്ടീഷൻ ചികിത്സിക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് വളരെ എളുപ്പമായി മാറും. ഇപ്പോൾ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ, ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് വന്നു, ഇൻഫ്ലമേഷൻ വന്നാൽ അതിന് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. ഇൻഡ്യൂറേഷൻ വന്നാൽ അതിനെ ട്രീറ്റ് ചെയ്യാം. അങ്ങനെ ഓരോന്ന് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്രയെല്ലാം കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് കേസ് ടേക്കിംഗ് മാത്രം, ഞാനിപ്പോൾ ഒരു ക്ലാസ് അതുകൊണ്ട് കേസ് ടേക്കിംഗ് നടത്തുന്നുണ്ട്. അതിന് 1000 രൂപയാണ് പിടിക്കണേ. 1000 രൂപ തന്നാൽ കേസ് ടേക്കിംഗ് ക്ലാസ്സിൽ കയറാം. അതിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രയാങ്കിൾ മെത്തേഡും നമ്മൾ കോഴ്സായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇതും ചെയ്യാൻ സാധിക്കും. ഇനി എല്ലാം ഇല്ലെങ്കിലും ഇത്തരം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് പഠിച്ചാലും നിങ്ങൾക്ക് പഠിക്കാം കുറേയൊക്കെ. പക്ഷെ ഇതെല്ലാം നമ്മൾ ഇനി ടൈം ഇനിയിപ്പോ അതുപോലെ തന്നെ ഞാൻ ഹോഡ്ജിക്കിൻസ് ലിംഫോമ എടുത്ത ഹരീഷ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട്. പറയാൻ സമയമല്ല, ഞാനിവിടെ എല്ലാവർക്കും ജനറൽ ഡിസ്കഷൻ കഴിഞ്ഞ്. അപ്പോൾ ഈ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടി തന്നെയാണ്. 24 വയസ്സ് 25 വയസ്സുള്ള ഹോഡ്ജിക്കിൻസ് ലിംഫോമയ്ക്ക് ഞാൻ വേഗത്തിൽ പറഞ്ഞു തീർക്കുകയാണ്. അതും ഇതുപോലെ REC എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അതൊരു മെഡിക്കൽ സ്റ്റോർ ഉടമസ്ഥന്റെ മകനായിരുന്നു. അവരുടെ വീട്ടിൽ 18 അലോപ്പതി ഡോക്ടേഴ്സിന്റെ ഒരു കൂട്ട ഫാമിലി ആയിരുന്നു. മുസ്ലിം കൾച്ചറായിരുന്നു. ആ കുട്ടിക്ക് നടുവേദന വന്ന് ഹോസ്പിറ്റൽ ചെയ്തു. അവസാനം എൻ്റെ അടുത്ത് ഈ കേസ് വരുമ്പോൾ പ്ലേറ്റ്ലെറ്റ് 4000 ആയി, 4000. അവര് അന്ന് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡ് ആണ് ഹോസ്പിറ്റൽ. അത് ഞാൻ മണ്ണൂർ വർക്ക് ചെയ്യുമ്പോഴാണ്. ആ കേസിന് വേണ്ടി വെല്ലൂർ മെഡിക്കൽ കോളേജിൽ പോയി നോക്കി. അവര് എല്ലാ സൗകര്യങ്ങളും എന്നോട് പറഞ്ഞു, നീ തന്നെ എടുത്താൽ മതി, അത് പഠിക്കേണ്ടതെല്ലാം ഈ പുസ്തകങ്ങളും മാഗസിനൊക്കെ തന്ന് എന്താ വേണ്ടതെന്ന് ചോദിച്ചു പഠിച്ചു. അങ്ങനെ ഞാൻ മെഡിസിൻ കൊടുത്ത് 18 ദിവസം അതായത് 18 ദിവസം കൊണ്ട് അത് 95,000 പ്ലേറ്റ്ലൈറ്റ് ആയിട്ട് മാറി. ആള് നടക്കാൻ തുടങ്ങി. അപ്പൊ അവർ കൊടുത്തിരുന്നത് വിൻക്രിസ്റ്റിൻ 20 മില്ലിഗ്രാം ഇഞ്ചക്ഷൻ ആണ്. വളരെ പ്രോഗ്രസീവായിട്ട് നടന്നു. അവർ നല്ല ഒരു വെൽ ഫാമിലിയാണ്, അവരെ കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇവര് നടക്കണ കണ്ടപ്പോൾ ഇവരെന്ത് ചെയ്തു, വിൻക്രിസ്റ്റിൻ 50 മില്ലിഗ്രാം അവർ കൊടുത്തു. ഉടനെ തന്നെ ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് താന്നു. ആ കേസ് മരിച്ചു പോവുകയും ചെയ്തു. അപ്പോ നമ്മുടെ ഹോമിയോ മെഡിസിൻ ഏതൊക്കെ രീതിയിൽ അത് എഫക്ട് ചെയ്യുമെന്ന് നമുക്ക് പോലും അറിയില്ല. അതുകൊണ്ട് എല്ലാവരോടും പറയാം, ഹോമിയോപ്പതി മെഡിസിൻ നിങ്ങൾ ഈ പത്തോഫിസിയോളജിക്കൽ അപ്രോച്ചിലും സിംറ്റം സിമിലാരിറ്റിയും രണ്ടും ഒപ്പം കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾ ചികിത്സിക്കുന്നതിലും കൂടുതൽ ചികിത്സിക്കാൻ സാധിക്കും. ഇനി ഇത്ര പോരെ, ഇനി ഇത് കഴിഞ്ഞാൽ പറയാൻ ഇനി നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും പറയണമെങ്കിൽ ഇനി നീട്ടി പറയാൻ എനിക്ക് കുഴപ്പമില്ല. രമാവതി ഡോക്ടറെ എന്താണ്, ഇത്ര മതിയോ? ഇനി പറയണോ? പറയുകയാണെങ്കിൽ കുറെ ഉണ്ട് പറയാം. എല്ലാം ചുരുക്കി പറഞ്ഞു വെച്ചു. ഇനി എന്റെ സ്റ്റുഡന്റ് നിത്യ വേണമെങ്കിൽ ഹിഡൻ പ്രോട്ടോകോളിനെ പറ്റി അല്ലെങ്കിൽ ഇത് കണ്ട് എന്റെ സ്റ്റുഡന്റ് ആ കുട്ടിക്ക് വേണമെങ്കിൽ ഇപ്പൊ പഠിച്ചതിൽ നിന്ന് ആ കുട്ടിക്ക് മനസ്സിലായ കാര്യം വേണമെങ്കിൽ അത് കൂടി പറഞ്ഞോട്ടെ. നിത്യ ഒന്ന് പറയാമോ? ഒന്ന് എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു നോക്ക്. അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടറെ. നിത്യ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ കേൾക്കുന്നുണ്ടോ? കേക്കാം. ഓക്കെ. അപ്പം സാറ് പറഞ്ഞതിനെ കുറിച്ച് ഈ 2 കോഴ്സും ഞാൻ ചെയ്ത് കഴിഞ്ഞതാണ്. അതിനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി, അവരിൽ നിന്ന് പഠിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പം സാറ് ഹിഡൻ പ്രോട്ടോകോള് രാധാകൃഷ്ണൻ സാറും ഡോക്ടർ നിധി സാറും കൂടി ഫോർമുലേറ്റ് ചെയ്ത ഒരു പ്രോട്ടോകോളാണ്. അതായത് കൂടുതൽ കൃത്യമായ രീതിയിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹോമിയോപ്പതിയെ കൂടുതൽ സ്റ്റാൻഡേർഡൈസ്ഡ് ചെയ്ത രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള ചില പാരാമീറ്റേഴ്സ് വെച്ചിട്ട് അവർ ചെയ്തതാണ്. അപ്പം സാറ് പറഞ്ഞു ഹിഡൻ HIDDEN, അതായത് ഹെൽത്ത്, ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത്, അതേപോലെ ആ ഡിസീസിന്റെ ഇന്റൻസിറ്റി, അതിന്റെ ഡ്യൂറേഷൻ, അതിന്റെ ഡ്രെഡ്ഫുൾനെസ്, അതിന്റെ എക്സ്റ്റൻഷൻ, അതിന്റെ നാച്ചുർ, ഇതൊക്കെ വെച്ചിട്ടാണ് അവർ ആ 6 പാരാമീറ്റർ വെച്ചിട്ടാണ് ആ പ്രോട്ടോകോൾ ഉണ്ടാക്കിയത്. അതായത് ഹോമിയോപ്പതിനെ കൂടുതൽ സ്റ്റാൻഡേർഡൈസ് ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പം അതിൽ 6 ഘടകങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. HIDDEN എന്ന് വെച്ചിട്ടുള്ള ഹിഡനിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
ഈ 6 കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ നമ്മുടെ കേസ് റെക്കോർഡിനെ ഒരു ക്വസ്റ്റ്യനെയർ ആക്കി മാറ്റുകയും അതിൽ നിന്ന് ഒരു മാത്തമാറ്റിക്കൽ സ്കോർ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ മാത്തമാറ്റിക്കൽ സ്കോറിനനുസരിച്ചിട്ടാണ് പിന്നീട് നമ്മൾ നമ്മുടെ ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഏതൊരു രോഗിയാവട്ടെ, ഇപ്പൊ പനിയായിട്ട് വന്നോട്ടെ, തലവേദനയായിട്ട് വന്നോട്ടെ, മൈഗ്രെയിനോ എന്തോ ഒരു ഡിസീസ് ആണെങ്കിൽ പോലും നമ്മൾ ചിലപ്പം ചില നിസാരവൽക്കരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പം അതൊക്കെ ഈ ഒരു 6 പ്രോട്ടോകോൾ വെച്ചിട്ട് ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പൊ നമ്മൾ തന്നെ ചികിത്സിക്കുമ്പോൾ നമുക്കറിയാം ഏതൊരു രോഗിക്കും എല്ലാ രോഗികൾക്കും നമുക്ക് മയാസ്മാറ്റിക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പം ആർക്കൊക്കെ മയാസ്മാറ്റിക് ട്രീറ്റ്മെന്റ് കൊടുക്കണം, ഇല്ല ആർക്കൊക്കെ സിമിലിമം കൊടുക്കണം, ആർക്കൊക്കെ മെന്റൽ ലെവലിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ഏത് രോഗിക്ക് ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകണമെന്ന് നമുക്ക് വ്യക്തമായിട്ട്, ഇപ്പം ഞാനിത് പഠിച്ചു കഴിഞ്ഞത് കൊണ്ടും ഞാനിപ്പോ പ്രാക്ടീസിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടും ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, പണ്ട് ഞാൻ നിസാരവൽക്കരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പം എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് എനിക്ക് ഇതിൽ നിന്ന് വ്യക്തമായിട്ട്, നമുക്കൊരു മാത്തമാറ്റിക്സ് പോലെയാണ് ഇത്. ഈ ഒരു കാൽക്കുലേഷൻ ഒരിക്കലും ഇപ്പൊ മാത്സിൽ 2+2 4 ആണ്. അത് ആര് ചെയ്താലും 4 തന്നെ നമുക്ക് കിട്ടുമല്ലോ. അതേപോലെ തന്നെ അത്രയും വ്യക്തമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണിത്. അപ്പം ആ സ്കോർ കിട്ടുക വഴി 2 സ്കോറാണ് നമുക്ക് കിട്ടുക. ഡിസീസ് ഇന്റൻസിറ്റി അതേപോലെ തന്നെ ക്യൂറബിലിറ്റി ഇൻഡെക്സും നമുക്ക് കിട്ടും. അപ്പം ഡിസീസ് ഇന്റൻസിറ്റി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ സാറ് പറഞ്ഞ ലെവൽ 6, 5 ഒക്കെയാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് സിമിലിമം മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുക. നേരെ മറിച്ച് ഡിസീസ് ഇന്റൻസിറ്റി വളരെ കുറവ്, ക്യൂറബിലിറ്റി ഇൻഡെക്സ് വളരെ കൂടുതലാണെങ്കിൽ അവിടെ ഏത് ഫാക്ടർ ആണ് നമ്മൾ ഇമ്പോർട്ടൈസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ഓഫ് ട്രീറ്റ്മെന്റ് കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ മെത്തേഡ് ഓഫ് ട്രയാങ്കിളും സാറ് പറഞ്ഞതുപോലെ തന്നെ 9 ട്രയാങ്കിൾ ആണ്. അതായത് 3 ട്രയാങ്കിൾ ആണ്, അതിൽ 9 ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ട്രയാങ്കിൾ ഉൾക്കൊള്ളുന്നത് നാച്ചർ ഓഫ് ദ പേഷ്യന്റ്, ക്യാരക്ടർ ഓഫ് ദ പേഷ്യന്റ്, ടെമ്പറമെന്റ് ഓഫ് ദ പേഷ്യന്റ്. അതാണ് ഫസ്റ്റ് ട്രയാങ്കിൾ. സെക്കൻഡ് ട്രയാങ്കിൾ വരുമ്പോഴാണ് കോസേഷൻ, സ്ഫിയർ ഓഫ് ആക്ഷൻ, ഇറഗുലാരിറ്റീസ്. തേർഡ് ട്രയാങ്കിളിലാണ് മയാസം, സൈഡ് അഫിനിറ്റി, തെർമൽ എന്നിവ വരുന്നത്. അപ്പം ഞാനൊക്കെ എന്ന് പറയുമ്പോൾ ഈ എന്താ ടെമ്പറമെന്റ് എന്നോ എന്താ ക്യാരക്ടർ എന്നോ എന്താ നാച്ചർ എന്നോ വളരെ നിസ്സാരവൽക്കരിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പല കേസുകളും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒരുപാട് പകച്ചു നിന്ന പക്ഷെ ഇത് ചെയ്തതിന് ശേഷം, അതായത് ഇപ്പൊ ഒരു പേഷ്യന്റ് വരുമ്പം ഇതിൽ സാറ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതായത് ഒരു പേഷ്യന്റ് കടന്നു വരുമ്പം അയാൾ കാണിക്കുന്ന ഗെസ്റ്റേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് ആ പേഷ്യന്റിനെ വളരെ വ്യക്തമായിട്ട്, അയാൾ കൈ താടിക്ക് വെച്ചാൽ കണ്ണ് ഇങ്ങോട്ട് നോക്കിയാൽ കണ്ണ് അങ്ങോട്ട് വളരെ ഭംഗിയായിട്ട് സാറ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് പലപ്പോഴും പേഷ്യൻസ് നമ്മുടെ അടുത്ത് തുറന്നു പറയാത്ത പല കാര്യങ്ങളും അവരുടെ ആ ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഈ ഒരു യുണീക്ക് മെത്തേഡാണ് മെത്തേഡ് ഓഫ് ട്രയാങ്കിൾ എന്നുള്ളത്. അപ്പൊ ഈ ഒരു 9 പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് എവിടെ എന്ത് ട്രീറ്റ്മെന്റ്, എങ്ങനെ സിമിലിമം കണ്ടുപിടിക്കുക എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ സാറേ, നമുക്ക് സാറിന്റെ ക്യാൻസർ ചികിത്സയിലൂടെയുള്ള യാത്ര ഒരു 5% പോലും നമുക്ക് മനസ്സിലാക്കാൻ സമയം കിട്ടിയില്ല. അപ്പൊ സാർ ഇനിയും ഇതുപോലെ ക്ലാസ്സുകൾ സാറിന് സമയം ഉണ്ടെങ്കിൽ, സമയം കിട്ടുമ്പോൾ എപ്പോഴായാലും തീർച്ചയായിട്ടും വീണ്ടും വന്ന് കുറച്ചുകൂടിയൊക്കെ നമുക്ക് പറഞ്ഞു തരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതിന് സമയം കൊടുക്കണമല്ലോ. അപ്പോ അതൊന്ന് കുറഞ്ഞ സമയം കൊണ്ട് ചോദിച്ച് ക്ലിയർ ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്നു. ഹരിഹരൻ സാറാണ് ആദ്യം ഹാൻഡ് റൈസ് ചെയ്തത്. സാറെ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. ഹരിഹരൻ സാർ അൺമ്യൂട്ട് ചെയ്ത്. ഓക്കെ. ഹലോ ഡോക്ടർ രാധാകൃഷ്ണൻ, വെരി ഗുഡ്. കൊള്ളാം. ഞാൻ താങ്കളുടെ പുതിയ കേക്കാമോ? വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, അതുകൊണ്ടാണ് വീഡിയോ ഓൺ ചെയ്യാത്തത്. ശരി,
ഞാൻ ചോദിക്കുന്നത് ഈ ഹോമിയോപ്പതി വാസ്തവത്തില് ഈ നമ്മള് ഇപ്പം ഈ ജീവിച്ചിരിക്കുന്ന ആർക്കും ഇതിന്റെ പലവിധ വശങ്ങളെ പറ്റി പറയാനായിട്ട് എനിക്ക് തോന്നുന്നു അറിഞ്ഞിട്ടില്ല നമ്മള്. ഹോമിയോപ്പതിയുടെ വിപുലമായ സാധ്യതകളെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. പല ആൾക്കാരും പല വ്യൂ പോയിന്റ്സിലൂടെ നോക്കിക്കാണുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗം ഇപ്പൊ അങ്ങ് ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് പറഞ്ഞു, പ്രഫുൽ വിജയക്കർ ഒരു മെത്തേഡ് പറഞ്ഞു, ഞാന് വേറൊരു മെത്തേഡ്, വേറൊരാള് വേറൊരു മെത്തേഡ്, ഡിഫറെന്റ് ആംഗിളിൽ കൂടെ ആണ് ഇപ്പൊ ട്രീറ്റ്മെന്റ് കൊണ്ടുപോകുന്നത്. ഇതിനൊരു സ്റ്റാൻഡർഡൈസേഷൻ വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പ്രഫുൽ വിജയക്കറും അത് ആ രീതിയിൽ തന്നെയാണ് ആഗ്രഹിച്ചത്. അതൊക്കെ ഇരിക്കട്ടെ, ഞാനിപ്പോ സംശയം ചോദിക്കുന്നത് അതല്ല. താങ്കൾ അങ്ങ് പറയുന്ന ഇൻഫ്ലമേഷൻ ഈസ് സോറിക്, സെക്കൻഡ് ഇൻഡ്യൂറേഷൻ ഈസ് സൈക്കോട്ടിക്, ആൻഡ് തേർഡ് ഡിസ്ട്രക്ഷൻ. അൾസറേഷൻ മീൻസ് ഡിസ്ട്രക്ഷൻ എന്ന് കൂട്ടിക്കോ. ഈ 3 ആസ്പെക്റ്റിൽ കൂടാണ് ഇത് പ്രോഗ്രസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകുമ്പോൾ ഈ പ്രോഗ്രസ് ചെയ്തതുപോലെ തന്നെ ഇത് റിട്ടേൺ ചെയ്യണം. അതായത് സിഫിലിറ്റിക് സ്റ്റേജിലാണ് നമ്മുടെയൊക്കെ വരുന്നെങ്കിൽ ഇറ്റ് ഷുഡ് കം ടു സൈക്കോട്ടിക് സ്റ്റേജ്, ദെൻ ഇറ്റ് ഗോ ടു ദി ഇൻഫ്ലമേറ്ററി സ്റ്റേജ്. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ രോഗം കുറയുന്നുണ്ടോ, എങ്ങനെ റൂട്ട് മാറിപ്പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ അങ്ങനെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ നെക്സ്റ്റ് തിങ് എൻ്റെ ഒരു കാഴ്ചപ്പാടില് the patient must feel better. That is the prime important thing. അതായത് even though that inflammation is there, the patient, if the patient is having well-being, that we must consider that the patient is improving. ആണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ട്രയാങ്കിൾ മെത്തേഡിലൂടെ അല്ലാതെ തന്നെ നമുക്ക് പേഷ്യന്റിനെ ചികിത്സിച്ചൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചികിത്സിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4, ലെവൽ 5, ലെവൽ 6, 6 തരത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത് ചികിത്സ. അതിലെ അവസാനത്തെ 5ഉം 6ലെയാണ്, 5ാമത്തെയാണ് ഈ സിമിലിമം ആവശ്യം വരുന്നത്. ഹരിയൻ ഡോക്ടർ മനസ്സിലാവുന്നു? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അപ്പോൾ മാത്രമേ സിമിലിമം ആവശ്യമുള്ളൂ എന്ന് പറയുന്നിടത്താണ് എനിക്ക് കൺഫ്യൂഷൻ. അല്ല, അവിടെ സിമിലിമം അല്ല. സിമിലിമം ക്യാൻസർ കേസിനെ സംബന്ധിച്ച് സിമിലിമത്തിന്റെ ഒരു യൂട്ടിലിറ്റി വരുന്ന സ്ഥലം എന്നർത്ഥം. സിമിലിമം നമുക്ക് എവിടെയും സെലക്ട് ചെയ്യാം. സിമിലിമം എടുക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഏതൊരു സിംറ്റം കിട്ടിയാലും അതിനെ കംപ്ലീറ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളത്. ലൊക്കേഷൻ, സെൻസേഷൻ, മൊഡാലിറ്റി ആൻഡ് കോൺകോമിറ്റന്റ്. അങ്ങനെ കിട്ടുന്ന സിംറ്റംസിൽ നിന്ന് അൺകോമൺ, പെക്യൂലിയർ, ക്യാരക്ടറിസ്റ്റിക്, സിംഗുലർ സിംറ്റംസ് എടുത്തിട്ടാണ് നമ്മൾ ഒരു ടോട്ടാലിറ്റി അനുസരിച്ച് നമ്മളൊരു സിമിലിമം സെലക്ട് ചെയ്യാൻ പോകുന്നത്. ആ ഒരു മെത്തേഡ് നമ്മളിവിടെ അഡാപ്റ്റ് ചെയ്യുന്നതിൽ വിരോധം ഉണ്ടായിട്ടല്ല. ക്യാൻസർ കേസുകളിലെ ചികിത്സയെ പറ്റി പറഞ്ഞപ്പോൾ ഈ 5 കേസ് സ്റ്റേറ്റിൽ ഒരുമിച്ച് നമ്മുടെ മുമ്പിൽ വരുന്നത് വെറും ഒരു സിമ്പിൾ സിംറ്റം മാത്രമേ ഉള്ളൂ എങ്കിൽ HP സ്കോർ വരെ ആദ്യത്തെ മാർക്കിലാണ് കുറവ് നിൽക്കണമെങ്കിൽ അതിനൊരു സിമ്പിൾ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ തന്നെ നമുക്കറിയാലോ. ഇപ്പൊ തന്നെ നമുക്ക് എത്ര ആൾക്കാരെ കീനോട്ടിലെ പെക്യുലർ സിംറ്റം മാത്രം വെച്ച്, ചിലവർ മെന്റൽ സിംറ്റം മാത്രം വെച്ച് ട്രീറ്റ് ചെയ്യും, ചിലർ പാത്തോളജി വെച്ച് മാത്രം ട്രീറ്റ് ചെയ്യും. ആ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു പരിമിതികൾ വന്നിരിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ 20% നമുക്ക് കിട്ടില്ല, ഏറ്റവും അവസാനത്തെ 20% കിട്ടില്ല. ഹോമിയോപ്പതി കേസ് വരുന്നത് എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ കേസസ് ആണ്. ഒന്നുകിൽ വലിയ മേജർ ഹോസ്പിറ്റലിൽ നിവൃത്തിയില്ലാണ്ട് മാറും, അതല്ലെങ്കിൽ ആദ്യത്തെ കഴിഞ്ഞ് പറ്റാണ്ട് വരുമ്പോൾ വരുന്നത്. ആ ഒരു ലെവലിൽ നിന്ന് നമ്മൾ 1 to 100ലേക്ക് എത്താൻ നമ്മൾ എല്ലാവരും കൂടി ഇതുപോലെ ശ്രമിക്കാനാണ് ഉദ്ദേശിച്ചത്. ഹരിയൻ ഡോക്ടർക്ക് മനസ്സിലായോ? അങ്ങയുടെ പ്ലാൻ എനിക്ക് മനസ്സിലായി. പക്ഷേ എന്നാലും കൂടുതൽ സംശയങ്ങൾ നമുക്ക് ഇനിയൊരു ക്ലാസ്സിൽ കൂടുതൽ ഡിസ്കഷൻസ് വേണം. അത് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിലാകാം. എനിക്ക് ഒത്തിരി സംശയമുണ്ട്. ഓക്കെ, ഒരു കോമൺ പ്രോട്ടോകോൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇത് ഇങ്ങനെ വെച്ചേക്കുന്നത്.
ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതും അതിൽ കൂടെ ചെയ്യുന്നതും തോന്നുന്നു. എല്ലാവർക്കും അത് വേണം. അത് ശരിയാണ് സാർ. പക്ഷെ ഞാന് ഇപ്പം എന്റേതായിട്ടുള്ള ഇതില് എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ തന്നെ 10 ഒബ്സർവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, സാറിന്റെ 10 ഒബ്സർവേഷനും 10 ഒബ്സർവേഷൻസ് ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ അതായത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതുപോലെ ഒരു ഉണ്ടാവണം. ക്ലാസ് വെച്ച് നമുക്ക് സാറിന്റെ ഒബ്സർവേഷനും കേൾക്കാം. പിന്നെ നമുക്കൊരു സെഷൻ വെക്കാം. സാറിനോട് കൂടുതൽ സംശയങ്ങൾ ചോദിക്കാം. അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് കുറേശ്ശെയല്ലേ പറ്റൂ, സമയപരിമിതിയുണ്ട്. ഇനി അതെ, സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർക്ക് സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്ത ഡോക്ടർ. ഓക്കെ. രാധാകൃഷ്ണൻ സാറെ, ഞാൻ ഡോക്ടർ സലീം കുമാർ. എനിക്ക് ഹരികുമാർ, ഡോക്ടർ സലീം കുമാർ. സലീം. എനിക്ക് വളരെ സന്തോഷമായി. കാരണം സാറിനെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റി. സാറ് ഇവിടെ എത്താൻ ഞാനൊരു കാരണവും കൂടി ആയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് സന്തോഷം. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. ഞാൻ എറണാകുളം വൈറ്റില. സാറിന്റെ മെസ്സേജ് ഒക്കെ എനിക്ക് വന്നിരുന്നു. അപ്പൊ ഞാൻ സാറിവിടെ എത്തിയത് ധനീഷ് ഡോക്ടർ. ഓക്കെ, അതെനിക്ക് വളരെ സന്തോഷമായി. ഏതായാലും സാറിപ്പോ ചെയ്യണ കാര്യം ഭാവിയിൽ ഒരു അത്ഭുതകരമായിട്ടോ അല്ലെങ്കിൽ ഇത് കാര്യം ഇങ്ങനെ ഒരു സാധനം എല്ലാവരും ആഗ്രഹിക്കുന്ന സ്വപ്നമാണ്. അപ്പൊ ആ തലത്തിലേക്ക് ഒരു മാത്തമാറ്റിക്കലി ഇതിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റിയാല് സാറ് ഹോമിയോപ്പതി നടത്ത ആചാര്യനായിട്ട് മാറും, സംശയമില്ല. അപ്പൊ അതിനെ സാറ് വിജയിക്കട്ടെ, ഞങ്ങളിലേക്ക് ഒരു ആഗ്രഹമാണ് സാറിന് നടക്കുന്നത്. അപ്പൊ നമ്മൾ നേരിട്ട് കാണാം. കാര്യം ഇത് വലിയൊരു ഇതാണ്, മാത്തമാറ്റിക്കലി അതിനെ കൊണ്ടുവരാൻ പറ്റുന്നത്. ഓക്കെ സാർ, ഓക്കെ സാർ, വിളിക്കാൻ കാണാം. ഓക്കെ സലീം കുമാർ. ഇത് കിടപ്പുണ്ട്. ഓക്കെ സലീം കുമാർ ഡോക്ടറെ. അപ്പൊ നമുക്ക് ഇന്ന് വളരെ വിലപ്പെട്ട ക്ലാസ് എടുത്ത ഡോക്ടർ രാധാകൃഷ്ണൻ സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ ജയലളിത ഉമേഷിനെ ക്ഷണിക്കും. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തു. താങ്ക് യു ശൈല ഡോക്ടറെ, എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് നന്ദി. എനിക്ക് രാധാകൃഷ്ണൻ ഡോക്ടറായിട്ട് നേരത്തെ അറിയാം. എൻ്റെ ഒരു ഗുരുസ്ഥാനത്താണ് ആ സാറ്. സാറ് എങ്ങനെയാണ് ആ ബോറിക്ക് വായിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നത് സാറാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ കളയുന്ന ഒരു പോർഷനാണ് ഫസ്റ്റ് ആ പോർഷൻ ബോറിക്കില്. എന്തായാലും അത് എങ്ങനെ വായിക്കണം, എങ്ങനെ പഠിക്കണം എന്നും അതിൻ്റെ പ്രോട്ടോകോൾസും എല്ലാം പഠിപ്പിച്ചു തന്ന സാറായിരുന്നു. അതുപോലെ തന്നെ ഒരു കേസ് വന്നാൽ എൻ്റെ പെത്തോളജി, എൻ്റെ ഫിസിയോളജി, അതിൽ തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ സെൻസേഷൻ, ലൊക്കേഷൻ, മൊഡാലിറ്റി ആ ഒരു ഇതിലോട്ട് തന്നെ കൊണ്ടുവരാനും പഠിപ്പിച്ചു തന്നത് ഈ സാറായിരുന്നു. എന്തായാലും സാറിന് ഈ പ്ലാറ്റ്ഫോമിൽ ഒന്നുകൂടി കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. സാർ ഇതിൽ വന്നതിൽ വളരെ അതിശയവും തോന്നി, എനിക്ക് ഭയങ്കര സന്തോഷവും തോന്നി. എന്തായാലും നല്ല ഒരു സെഷനായിരുന്നു. എല്ലാവരും കൂടെ നല്ല ഭംഗിയായിട്ട് കൊഴിപ്പിച്ചു. ഇനിയും സാറിനെ ഈ വേദിയിലേക്ക് കാണുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും നല്ലൊരു ക്ലാസ്സുമായിട്ട് സാർ മുന്നോട്ട് വരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അപേക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു സെഷൻ നന്നായിട്ട് എടുത്തതിൽ എൻ്റെ പേരിലും IAPHന്റെ പേരിലും ഹോമിയോപ്പതി സ്നേഹികളുടെ പേരിലും ഒരുപാട് നന്ദി. താങ്ക് യു സർ. ഓക്കെ, ജയലളിത ഡോക്ടറെ നന്ദി പറഞ്ഞ് ജയലളിത ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും സാറിന്റെ ക്ലാസ് വളരെ പ്രയോജനം ചെയ്യും എല്ലാവർക്കും. ക്രിയോസോട്ട് ടിഞ്ചർ കൊണ്ട് സാറ് ഒരു മാജിക് തന്നെ. തീർച്ചയായിട്ടും അതാണ് അത് വളരെ അതിശയം. നമ്മളൊരു ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ ആര് ശ്രദ്ധിക്കുന്ന ഒരു മെഡിസിൻ അല്ല അത്. എന്തായാലും വളരെ അത് കേട്ടപ്പോൾ തന്നെ വളരെ അത്ഭുതം തോന്നി. ഇനിയും സാറിന്റെ അത്ഭുതങ്ങൾ ഇതുപോലെ കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അമ്പാടി മാഡത്തിന് എന്തോ പറയണം, ഒന്ന് പെട്ടെന്ന് പറഞ്ഞു അതിന്റെ ചെയ്യണം. അല്ല, രാധാകൃഷ്ണൻ എന്തോ പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് കുശുമ്പോടെയും പിന്നെ അതിനേക്കാട്ടിലും കൂടുതൽ ആരാധനയോടെയും അതിനേക്കാട്ടിലും കൂടുതൽ വാത്സല്യത്തോടും എല്ലാത്തിനും മേലെ സ്നേഹത്തോടെ കാണുന്ന വളരെ കുറച്ച് പേരിൽ ഒരാളാണ് ഈ രാധാകൃഷ്ണൻ. അതുകൊണ്ട് രാധാകൃഷ്ണൻ വന്ന് നമുക്കൊക്കെ ഇങ്ങനെ എല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ ദൈവത്തിന് നന്ദി, രാധാകൃഷ്ണന് നന്ദി. ഇത് ഒരു പ്ലാറ്റ്ഫോം തന്ന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് എല്ലാം നന്ദി. ഓക്കെ അമ്പാടിയമ്മേ, രാധാകൃഷ്ണൻ സാറിന് ഒരിക്കൽ കൂടി IFPHന്റെ നന്ദിയും
സാർ ഇനിയും വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ മലയാളം സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാ ബഹുമാനീയരായ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഇന്ന് സാറിനോടൊപ്പം എത്തിയ നിത്യ ഡോക്ടർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.